84 സങ്കീർത്തനമാണ്. 84 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. സാംസ് നമ്പർ 84 വേഴ്സസ് 3 and 4. 3-4 വാക്യങ്ങൾ. കുരുകിൽ ഒരു വീടും യെസ്, നീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവ് എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, അങ്ങയുടെ യാഗപീഠങ്ങളെ തന്നെ. അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അങ്ങയെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ആ 4-ാം വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക. അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അങ്ങയെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ ആ വാക്യം ഒന്ന് ചേർന്ന് പറയുവാൻ താല്പര്യമുള്ളവർക്കെല്ലാം കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരങ്ങയെ നിത്യം സ്തുതിച്ചുകൊണ്ട് ഇരിക്കും. ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നന്നായിട്ടറിയാം എന്താണ് ഭാഗ്യം, എന്താണ് നിർഭാഗ്യം. ഒരു കാര്യം സത്യ, ഇപ്പം ഭാഗ്യമാണെന്ന് ഉറപ്പിക്കുന്നത് പലതും അടുത്ത നിമിഷം നിർഭാഗ്യമാകാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാമേ. അടുത്ത സമയത്ത് ഒരു പത്രവാർത്ത ഞാൻ വായിച്ചതാണ്. ഒരു മനുഷ്യന് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 1ാമത്തെ സമ്മാനം ആണെന്ന് എൻ്റെ ഓർമ്മ, അത് ലഭിച്ചു. ആ മനുഷ്യൻ ആ ടിക്കറ്റ് മാറാനായിട്ട് ബാങ്കിലേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡന്റിൽ മരിച്ചു. ആദ്യ ടിക്കറ്റ് ഭാഗ്യമായിരുന്നു, തൊട്ടടുത്ത നിമിഷം അതേ ടിക്കറ്റ് തന്നെ നിർഭാഗ്യമായി മാറി. വേറെ സംഭവം ഓർക്കുന്നു. കുറെ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു കാർ യാത്ര പാലക്കാട് ഭാഗത്തൂടെ ഒന്നിച്ചു പോകുന്ന കാർ പെട്ടെന്ന് ഒരു അപകടത്തിൽപ്പെട്ടു. 150 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു. അത്ഭുതകരമായിട്ട് അവരെല്ലാവരും രക്ഷപ്പെട്ടു. ചികിത്സയ്ക്ക് വേണ്ടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തു. അതിനുവേണ്ടി അവരിങ്ങനെ നോക്കിയപ്പം മറ്റൊരു രോഗിയുമായിട്ട് വന്ന ആംബുലൻസ്, അതിൽ ഇവരെ എല്ലാം കയറ്റിവിട്ടു. അവർ പോകുന്ന വഴിക്ക് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. 3 പേര് മരിച്ചു. ഇതാ പ്രിയപ്പെട്ടവരെ ലോകം. ഇപ്പം ഭാഗ്യമാണെന്ന് ഉറപ്പിക്കുന്നത് പലതും അടുത്ത നിമിഷം നിർഭാഗ്യമായി മാറുന്ന ലോകം. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുക, മണിക്കൂറുകൾ എത്ര മാറിയാലും, ദിവസങ്ങൾ എത്ര കടന്നുപോയാലും, ആണ്ടുകൾ എത്ര കൊഴിഞ്ഞു പോയാലും, വർഷങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും മാറാത്ത ഒരു ഭാഗ്യമുണ്ട്. അതെന്താണെന്നറിയാവോ? അതെൻ്റെ ദൈവത്തെ കണ്ടുമുട്ടിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ കണ്ടുമുട്ടിയതാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. നമ്മുടെ സഹോദരൻ പാടിയ പോലെ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം. അറിയണം ഈ ദൈവത്തെ. ഈ ദൈവം ആരാന്നറിയണം. അബ്രഹാമിന് പോകുന്ന സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ ദൈവം ആരാന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. പലർക്കും പലതും അറിയാം, പക്ഷെ ദൈവത്തെ അറിയത്തില്ല. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും അറിഞ്ഞില്ലേലും ആരെ അറിയണം? ദൈവത്തെ അറിയണം. ഞാൻ ഒത്തിരി ഇരുന്ന് ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു ആ വരികൾ കേട്ടപ്പോൾ. അബ്രഹാമിൻ്റെ ദൈവം അറിയാവോ? പ്രത്യേകത അറിയാവോ? 5 വിളി അബ്രഹാമിന് കിട്ടിയേ. 1ാമത്തെ വിളി കോളിംഗ് ഫോർ സെപ്പറേഷൻ, വേർപെടാനുള്ള വിളി, ഉൽപ്പത്തി 12. 2ാമത്തേത് ഉറപ്പിന്റെ വിളി, 3 വിശുദ്ധനാകാനുള്ള വിളി, 4 പരീക്ഷണത്തിന്റെ വിളി, 5 വിടുതലിന്റെ വിളി. 5 വിളി അബ്രഹാമിന് കിട്ടി. അതിനകത്ത് 1ാമത്തെ വിളിയാ വേർപെടാനുള്ള വിളി. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേന് എടുത്തി ആടി ഉണ്ടായിരുന്ന ലൈറ്റ് ചിറങ്ങി പോരുക. ഞാൻ ചോദിച്ചു, എന്നെ പോക്കായി പോന്നേ? അപ്പൊ അദ്ദേഹം പറയാ, ഈ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയത്തില്ലെങ്കിലും വിളിച്ചതാരാന്ന് എനിക്ക് കൃത്യമായിട്ട്. ഇന്ന് മുന്നിൽ ഒരു ചോട് വെക്കാൻ പോലും സ്പേസ് കാണുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, എന്നെ വിളിച്ചതാരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിത് പറയാൻ നിന്നതല്ല, പക്ഷെ നിങ്ങളുടെ ആ മുഖത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ അബ്രഹാമിന്റെ ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങൾ അറിയാതെ പോകരുതെന്ന് എനിക്ക് നിർബന്ധം.
ഒന്ന് അപ്പോസ്തലപ്രവൃത്തി 7:2 തേഫാനോസ് പരിചയപ്പെടുത്തുക അബ്രഹാമിന്റെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. വേഗന്ന് വായിച്ചോണേ. അപ്പോസ്തലപ്രവൃത്തി 7:2 സഹോദരന്മാർ, 1 നമ്മുടെ പിതാവായ അബ്രഹാം ആരാ ഇത് ഉള്ളത് തന്നെയെന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, അടുത്തത് സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസ്സപ്പൊത്തോമിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അങ്ങനെയാണ് അബ്രഹാമിന്റെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇത് ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമയനായ ദൈവം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഇച്ചിരൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ. ഇങ്ങനെയാണോ പറയുന്നത്? ഇച്ചിരൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ. ഇതൊരു ഇതര ക്രൈസ്തവ മീറ്റിംഗ് ആണെങ്കിൽ ഈ യോഗത്തിൽ അടുത്തത് നടക്കുന്നത് എന്താണെന്ന് ചൊല്ലുന്ന ആളുകളിലും അറിയാം, കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം. പക്ഷെ ഇതൊരു വേർപെട്ട ദൈവമക്കളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് ഇന്ന് രാത്രി ഈ രാത്രിയോഗം അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പ്രസംഗിക്കുന്ന എനിക്കും അറിയത്തില്ല, കേൾക്കുന്ന നിങ്ങൾക്കും അറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, തേജോമയനായ ദൈവം ഇതിന്റെ നടുവിലൂടെ നടകൊണ്ടാൽ എത്ര പേര് കൊതിക്കുന്നുണ്ട്? തേജോമനായ ദൈവം ഇന്ന് രാത്രികാലം ഈ കൂട്ടായ്മയുടെ നടുവിലൂടെ നടകൊണ്ടാൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഇവിടെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ തല ഉയർത്തിപ്പിടിക്കണം, ആർജവത്തോടെ പറയണം, എന്നെ വിളിച്ചതാരാ? ഉറക്കെ പറ, തേജോമനായ ദൈവം, ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമയനായ ദൈവം. ഇനി ഈ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 14:20 അബ്രഹാം അറിഞ്ഞ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം, എലിയോൻ, അത്യുന്നതനായ ദൈവം. ഇന്ന് രാത്രി ഏത് പ്രതിസന്ധികൾ നിനക്കുണ്ടെങ്കിലും അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഈ ദൈവ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ പറ, ഈ ദൈവം ആരാണ്? അത്യുന്നതനായ ദൈവമാണ്. ഈ ദൈവം തേജോമേനാണെങ്കിൽ അടുത്തത് ഈ ദൈവം അത്യുന്നതന. ഇനി ഒന്ന് പറഞ്ഞ മക്കളെ, നമ്മുടെ ദൈവം ആരാ? അത്യുന്നതൻ. ഒന്ന് വാതുറന്ന് പറഞ്ഞേ, അത്യുന്നതൻ. നമ്മുടെ ദൈവം ആരാ? അത്യുന്നതൻ. ഒത്തിരി കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു, സന്തോഷം തോന്നുന്നു. നമ്മുടെ ദൈവം അത്യുന്നതൻ. ഇനി ഈ ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 17:2 എനിക്ക് 17:1 ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ അബ്രഹാമിന് പ്രത്യക്ഷനായി. എടുത്ത് പറയാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എൽ ഷദായി. എന്റെ ദൈവം ആരാണ്? അത് ഭയങ്കര കഷ്ടമായിപ്പോയി ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ഉറക്കെ പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാൻ? അപ്പുറത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞു, ഒട്ടും ടെൻഷൻ ആകണ്ട, ദൈവം സർവശക്തനാന്ന് പറ. സർവശക്തനായ എന്റെ ദൈവം എന്ന് ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാൻ പറ്റും? ഓ ശാബാരാധന, ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ നടുവിലൂടെ ഇറങ്ങി നടക്കുന്നത്, നിന്റെ പാളയത്തിലൂടെ ഇറങ്ങി നടക്കുന്നത് 5-6 പേര് കൂടി എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച് എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിച്ചു വെച്ച ഒരാളല്ല. തേജോമനായ ദൈവം നിന്റെ നടുവിലൂടെ നടക്കുമ്പോ, സർവശക്തനായ ദൈവം നിന്റെ നടുവിലൂടെ നടക്കുമ്പോ, അത്യുന്നതനായ ദൈവം. അന്റെ ദൈവം സർവശക്തനാന്ന് അറിഞ്ഞപ്പോ അബ്രഹാം ഒക്കെ എന്തോ ചെയ്തു. അതാ വിഷയം. ഉൽപ്പത്തി 17:27 വീട്ടിൽ ജനിച്ചവരും ശത്രുക്കളോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരും വീട്ടിലുള്ളവരെല്ലാവരും അവനോടുകൂടെ എന്ത് ചെയ്തു? പരിച്ഛേദനയേറ്റു. അപ്പൊ ദൈവ സർവശക്തനാന്ന് അറിയുമ്പോ എന്തോ എടുക്കണം? പരിച്ഛേദന. പുതിയ നിയമത്തിലുണ്ടോ? ഫിലിപ്പിയർ 3:3 നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പം ഇന്ന് രാത്രി നമ്മളും നമ്മളെ തന്നെ മറന്ന് ആത്മാവിൽ ആരാധിക്കുന്നതിന്റെ കാരണം ദൈവം ആരാന്ന് തിരിച്ചറിയുമ്പോഴാ, സർവശക്തനാന്ന് തിരിച്ചറിയുമ്പോഴാ.
എൻ്റെ പാസ്റ്റർ, ഞാൻ ഈയിടെ ഒരു ചർച്ച ചെയ്ത ഒരു അച്ഛൻ്റെ ഇരിപ്പുണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. ഞാൻ ഇവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പാസ്റ്ററിനോട് പറഞ്ഞു, ഇവിടെ ചെവിക്ക് കുഴപ്പമില്ലാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമാണ്, കേൾക്കേണ്ടാത്തതെല്ലാം കേൾക്കുക, എന്താ കേട്ടാലും അതിൻ്റെ എല്ലാ അറ്റത്ത് പിടിച്ച് വഴക്കം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ 1.5 മണിക്കൂറായല്ലോ ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ ആയിട്ട് ഒന്നും അനങ്ങിയിട്ടില്ലല്ലോ. എന്നിട്ട് പാസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ 5 കൊല്ലമായിട്ട് ഇവിടെ പ്രസംഗിക്കുക, ഇതുവരെ അനങ്ങിയില്ല, പിന്നെ ഇനി നിങ്ങളുടെ 1.5 മണിക്കൂർ. ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുമോ? അന്നേരം പാസ്റ്ററിനോട് പറഞ്ഞു, പുള്ളിക്ക് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധമുണ്ട്, ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ പുള്ളി എൻ്റെ കണക്ക് കൂട്ടാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഇന്നൊരാളങ്ങ് തീരുമാനിച്ചു വന്നിരിക്കുക, ഈ ഞാൻ ഇവിടെ എന്നെല്ലാം പറഞ്ഞാലും അനങ്ങത്തില്ലെന്ന് തീരുമാനിച്ച പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും പിന്നെ നിങ്ങൾ സ്തോത്രം പറഞ്ഞാലേ പ്രസംഗം വരുമെന്നൊരു നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പിറ്റേ പ്രാവശ്യം ഒന്നുകൂടെ അവരെന്നെ അവിടെ വിളിച്ചു കേട്ടോ. ഞാനിവിടെ ചെന്നപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഴയ അച്ഛൻ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പാസ്റ്ററോട് ചെയ്ത് നമ്മുടെ പഴയ അച്ഛൻ ആന്നു ഇതെന്നെ ഇപ്പം ഇങ്ങനെ, പാസ്റ്ററിനോട് പറഞ്ഞു ഇപ്പം ഇങ്ങനെ ആന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്നെ അങ്ങനെ? അന്നേരം എന്നോട് പറഞ്ഞു, 1 ആഴ്ച ആയതേ ഉള്ളൂ ഈ സോക്കേട് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്നെ അങ്ങനെ? അന്നേരം എന്നോട് പറഞ്ഞു, മുഴയുണ്ടായിരുന്നു, ബയോപ്സിക്ക് വിട്ടിട്ടേ ഉള്ളൂ, റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, അപ്പം മുതൽ തുടങ്ങിയ സോക്കേടാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, അനങ്ങാത്തവരൊക്കെ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇടുത്തി വന്നിട്ട് ആരാധിക്കേണ്ട ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. എൻ്റെ ദൈവം സർവശക്തനാ, എൻ്റെ ദൈവം അത്യുന്നതനാ, എൻ്റെ ദൈവം തേജോമയന. ജീസസ്. വേറെ എന്തോ നമുക്ക് ഇന്ന് രാത്രി പറഞ്ഞു പുകഴാനുള്ളത്? എനിക്ക് പുകഴാനുള്ളത് എൻ്റെ ദൈവത്തിലാ. എൻ്റെ ദൈവ സർവശക്തനാ. എൻ്റെ ഞാൻ ഈ പറയുമ്പോൾ തന്നെ അതിവിടെ റിയാലിറ്റി ആയിട്ട് സംഭവിക്കുന്ന രാത്രിയായത്. തേജോമനായ ദൈവം, സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം. ഉൽപ്പത്തി 21:33 ഈ ദൈവത്തിന്റെ 4ാമത്തെ പ്രത്യേകത. 1 തേജോമൻ, 2 അത്യുന്നതൻ, 3 സർവശക്തൻ, 4 നിത്യദൈവമായ എവർലാസ്റ്റിംഗ് ഗോഡ്. ഇന്നലെയും ഇന്നും എന്നേക്കും. സ്തോത്രം. ഈ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് ഭാഗ്യമാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും ആലയത്തിൽ വസിക്കുന്നത്? ആരാ പറഞ്ഞത് ആലയത്തിൽ വസിക്കുന്ന ഭാഗ്യമാണ്? നമ്മളെല്ലാവരും പറഞ്ഞു. നമ്മുടെ അഭിപ്രായമല്ല, ഒരാൾ എഴുതിയ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞു അല്ലേ. ആ സങ്കീർത്തനം 84-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിലുണ്ട്, ഹെഡിങ്ങിലുണ്ട്, അതാരാ എഴുതിയിരിക്കുന്നതെന്ന് അല്ലേ. എന്താ എഴുതിയിരിക്കുന്നത്? 84 ഹെഡിങ് ഒന്ന് എടുത്തിട്ടേ. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം അല്ലേ. ഗത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ പാട്ടിന്റെ താളമാണ് ഗദ്യരാഗം. കർണാട്ടിക് മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേകതരം താളത്തിൽ പാടുന്ന പാട്ടാണ് അത്, ഗദ്യരാഗം. ഗദ്യരാഗത്തിൽ പാട്ട് പാടിയിരിക്കുന്നത് ആരാ? കോരപുത്രന്മാരാരാ? പറ. അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് വേണം അറിയാനായിട്ട്. വളരെ കഷ്ടപ്പെട്ട് തിരുവല്ല ഇന്ന് രാവിലെ വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് വന്നേച്ച് ഇവിടുത്തെ ചർച്ച വന്ന് ഞാൻ ചോദിച്ചു, കോരപുത്രന്മാരാരാന്ന്? അന്നേരം അവർ പറയാ, കോരകിന്റെ മക്കളാ കോരപുത്രന്മാരെന്ന്. ഇത് തിരുവല്ലയിലിരുന്നാലും എനിക്കറിയാൻ പറ്റുന്ന കാര്യമല്ലേ. ഞാൻ ചോദിച്ചത് അവരുടെ പേരെന്താണെന്നറിയാമോ എന്നാ ചോദിച്ചു. ചിലരുടെ ഇരിപ്പ് കൊണ്ടിട്ട് സ്വന്തം പേര് പോലും അറിയാത്ത ലക്ഷണത്തിലായി പോയിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. ഞാൻ കുറച്ച് ഈ റാന്നിക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ധം പറയുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴും അമേരിക്കയിൽ ചെന്നപ്പോഴും ലോഡ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ഈ റാന്നിക്കാരെന്ന് വേണ്ട, അന്നേരം ലോഡ്സൺ അടുത്ത റൂം അടച്ച് പുള്ളി പോവും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കറിയാം ഞങ്ങൾ എത്ര ബന്ധം പറഞ്ഞാലും ഇത് തീരത്തുമില്ല, ഒരുമാതിരിപ്പെട്ട ബന്ധമെല്ലാം അറിയുകയും ചെയ്യാം. സ്വതന്ത്രം. അപ്പം ഈ ബന്ധം ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഈ കോരപുത്രന്മാരുടെ പേര് ഉണ്ട്, പുസ്തകത്തിലുണ്ട്, ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാവ്, ഇവ കോരഹിയ കുലങ്ങൾ. ഒന്നുറക്കെ പറഞ്ഞേ, ആരൊക്കെയാ? അസൂർ, എൽക്കാന, അബിയാസാവ്. അപ്പൊ കോരഹിന് 3 ആൺപിള്ളാരാ, എനിക്ക് 3 ആൺപിള്ളാരാ, അതുപോലെ കോരഹിന് 3 ആൺപിള്ളാരാ. കോരഹിന്റെ പിള്ളേരുടെ പേരാ ഇപ്പം വായിച്ചേ. അസൂര്, ഒന്ന് ഉറക്കെ പറയുന്നേ, മറക്കാതിരിക്കട്ടെ. അസൂര്,
എൽക്കാന, അബിയാസ്. ഇവരുടേതെന്ന് പറയുന്ന പല സങ്കീർത്തനങ്ങൾ ബൈബിളിലുണ്ട്. ഏതേലും സങ്കീർത്തനത്തിനകത്ത് അസൂർ എഴുതിയ സങ്കീർത്തനമെന്നോ എൽക്കാന എഴുതിയ സങ്കീർത്തനമെന്നോ അബിയാസാവ് എഴുതിയ സങ്കീർത്തനമെന്നോ എല്ലാം വായിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാ സങ്കീർത്തനത്തിനകത്തും കോരപുത്രന്മാരുടെ സങ്കീർത്തനം നമ്മൾ വായിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരാരാണെന്ന് അറിയണമെങ്കിൽ ഇവരുടെ അപ്പനായ കോരഹാരാണെന്ന് നിങ്ങൾ പഠിക്കണം. ആ ജീനിയോളജി, ആ വംശാവലി വളരെ കൃത്യമായിട്ട് ബൈബിളിലുണ്ട്. വായിക്കണം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 16 വേഴ്സസ് 1. 16-1. സംഖ്യ 16-1. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. ആ സ്ക്രീനിലോട്ട് നോക്കിയിട്ട് എല്ലാരും കൂടെ ഒന്ന് വായിച്ചേ. ലേവിയുടെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. ഒന്നുകൂടെ പറഞ്ഞേ. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ. ഒന്നുകൂടെ അങ്ങ് പറയുകയാണെന്ന് അങ്ങ് കാണാതെ പഠിക്കും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. അപ്പൊ ആരുടെ മോന കോരഹ്? ഇസ്സഹാർ. ഇസ്സഹാർ ആരുടെ മോന? കെഹാത്തിൻ. കെഹാത്ത് ആരുടെ മോന? ലേവിയുടെ. ആ വംശാവലി ഒന്ന് കാണാതെ പറഞ്ഞ്, സ്ക്രീനെ നോക്കാതെ പറഞ്ഞ്, ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. ഇതേ വംശാവലിക്കകത്തെ ഞാനൊരു ചെറിയ വ്യത്യാസം വരുത്തട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ് എന്ന് പറഞ്ഞു അല്ലേ? ഞാൻ വരുത്താൻ പോകുന്ന വ്യത്യാസം ശ്രദ്ധിച്ച് കേട്ടോണേ. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ അമ്രാമിന്റെ മകൻ എന്ന് പറഞ്ഞ ഇവിടെ ആര് വരും? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ് എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ അമ്രാമിന്റെ മകൻ എന്ന് പറഞ്ഞ ആര് വരും? ഒന്ന് നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 6-18 എന്നിട്ട് പുറപ്പാട് 6-20. സ്ക്രീനിൽ ഒന്ന് നോക്കിക്കേ. പുറപ്പാട് 6-18, പുറപ്പാട് 6-20. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കെഹാത്തിന്റെ ആയുഷ്കാലം 133 സംവത്സരം. 20-ാം വാക്യം. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോക്കേബേദിനെ വിവാഹം കഴിച്ചു. അവളവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. അപ്പൊ അമ്രാമിന്റെ മക്കൾ ആരൊക്കെയാണ്? അഹരോനും നമ്മൾ ആദ്യം പറഞ്ഞു ലേവിയുടെ മോന്റെ പേര് കെഹാത്ത്, കെഹാത്തിന്റെ മോന്റെ പേര് ഇസ്സഹാർ, ഇസ്സഹാരിന്റെ മോന്റെ പേര് കോരഹ്. അല്ലെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞ ലേവിയുടെ മോന്റെ പേര് കെഹാത്ത്. കെഹാത്തിന് 4 മക്കള്. ആരൊക്കെയാ? അമ്രാം, ഇസ്സഹാർ, ഹെബ്രോന്, ഉസിയൻ. അമ്രാമിന്റെ മക്കള് അഹരോനും മോശയും. അമ്രാമിന്റെ നേരെ അനിയന്റെ പേര് ഇസ്സഹാർ. ഇസ്സഹാരിന്റെ മോന്റെ പേര് കോരഹ്. അപ്പം മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കോരഹാരാ? മോശയുടെ അപ്പന്റെ പേര് അമ്രാം. അമ്രാമിന്റെ അനിയന്റെ പേര് ഇസ്സഹാർ. ഇസ്സഹാരിന്റെ മോന്റെ പേര് കോരഹ്. അപ്പം മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കോരഹാരാ? മോശയുടെ അപ്പന്റെ അനിയന്റെ മോൻ. അയ്യോ, അത്രേ ഉള്ളോ? ഹലോ, എല്ലാം മനസ്സിലായോ? കെഹാത്തിന് 4 പിള്ളേര്. കെഹാത്തിന്റെ മകന്റെ പേര് അമ്രാം, ഇസ്സഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാം എന്ന് പറഞ്ഞ മൂത്ത മോൻ. അമ്രാമിന്റെ മക്കളുടെ പേര് അഹരോനും മോശയും. അമ്രാമിന്റെ നേരെ അനിയന്റെ പേര് ഇസ്സഹാർ. ഇസ്സഹാരിന്റെ മോന്റെ പേര് കോരഹ്. അപ്പൊ മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കോരഹ് മോശയുടെ അപ്പന്റെ അനിയന്റെ മോൻ. അപ്പന്റെ അനിയന്റെ മോന് തിരുവനന്തപുരത്ത് എന്താ പറയുന്നത്? കൊച്ചപ്പന്റെ മോൻ. റാന്നിയിലാണ് ഉപ്പാപ്പന്റെ മോൻ എന്ന് പറഞ്ഞത്. തൃശ്ശൂരാണ് ചെറിയച്ഛന്റെ മോൻ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞ മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കോരഹാരാ? ഈ ഒരു പാതി സമാധാനമായി. ഉദ്ദേശിമാരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടാ നമ്മളൊക്കെ എങ്ങാണ്ട് മഹോദ്രവകാലത്തൊന്ന് കയറി വന്ന മനുഷ്യനാണ്. സത്യത്തെ ആരാന്ന് മനസ്സിലായോ? ഫസ്കസിന, മോശയുടെ അപ്പന്റെ അനിയന്റെ മോന. പക്ഷെ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നമുക്കും അറിയാം, മോശയുടെ പേര് എഴുതിയിരിക്കുന്നത് പോലല്ല കോരഹിന്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അല്ലേ? കോരഹിന്റെ പേര് ഏത് ഗണത്തിൽപ്പെടുന്നതാണെന്ന് ബൈബിള് തന്നെ പറയുന്നുണ്ട്.
സംഖ്യ 26:10 സംഖ്യ 26:10 പറയുന്നുണ്ട് കോരകിന്റെ പേര് ഏത് ഗണത്തിൽപ്പെടുന്നതാണെന്ന്. ഭൂമി വായി തുറന്ന് അവരെയും കോരകിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അപ്പൊ കോരക് ഏത് ഗണത്തിൽപ്പെടുന്ന അടയാളം. They became a sign. അവരൊരു ലോത്തിന്റെ ഭാര്യ, സോദോം ഗോമറ, കായി, ബിലയ, കോരക്, വാഴ്ച കാക്കാതെ പോയ ദൂതന്മാർ, ഇവരെല്ലാവരും ആരാ? അടയാളം. അർത്ഥം എന്താ? ഇവരെ പോലെ ജീവിച്ചാൽ ഇങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നാട്ടുകാരെ കാണിക്കാൻ ദൈവം ഇവരെല്ലാം എന്താക്കി വെച്ചിരിക്കുക. ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ദൈവമക്കൾ ഇല്ല, ആരും അടയാളമല്ല, എല്ലാവരും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. എനിക്കങ്ങനെ വിശ്വസിക്കുന്നതിന് ഒരു മുടക്കവും ഇല്ല. കാര്യം 9 മണിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന്. പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിക്കണം, എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ഞാൻ ഒരടയാളമാണോ അതോ ഞാൻ ഒരനുഗ്രഹമാണോ? ഇന്ന് രാത്രി ഒന്ന് ചലഞ്ച് ഏറ്റെടുക്കണം. പലരും അടയാളമായി അവസാനിക്കുന്ന ഈ തലമുറയിൽ അടയാളമാകാൻ എനിക്ക് മനസ്സില്ല, ഒരനുഗ്രഹമാകാനാണ് ദൈവം എന്നെ വിളിച്ചത്. ശബാരാധനാധരാധരക്ഷസി ഇല്ല, അടയാളമായി പലരും അവസാനിക്കുന്ന ഈ തലമുറയിൽ ഒരടയാളമായി അവസാനിക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്കൊരനുഗ്രഹമാകണമെന്ന് ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? ശബാര ദൈവം ചിലരോട് പറയുകയാ, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് ശബാരാധരാധരക്ഷസി. ഓ, ഇന്ന് രാത്രി ഇതിനകത്ത് ചില ശക്തന്മാരായ അഭിഷക്തന്മാർ എഴുന്നേറ്റ് വരും. ദൈവാത്മാവ് താങ്കളോട് പറയുകയാ, പലരും അടയാളമായി അവസാനിക്കുന്ന തലമുറയിൽ ഒരടയാളമായി അവസാനിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഉറക്കെ പറ, എന്റെ ജീവിതം കൊണ്ട്, എന്റെ ശുശ്രൂഷ കൊണ്ട് എനിക്കൊരു അനുഗ്രഹമാകണമെന്ന് ആഗ്രഹമുള്ള എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? കോരക അടയാളമായി മാറിയ തലമുറയിൽ അവന്റെ പുത്രന്മാർ മരിച്ചില്ല. എന്താ ഈ കാരണം? അവർക്ക് മനസ്സിലായി അപ്പൻ ചെയ്യുന്നത് തെറ്റാ. അതുകൊണ്ട് തന്നെ അവർ ഓടി വന്നു. എങ്ങോട്ട് ഓടി വരാനാ? ഓടി വരാൻ ഒറ്റ സ്ഥലമല്ല ഉള്ളൂ, വേറെ. അവർ മോശയുടെ അടുക്കൽ ചെന്നു. മോശ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ ഉപ്പ് ചിരട്ടെ പോലും തുടരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അഹരോന്റെ അടുക്കൽ ഇല്ല, മധ്യസ്ഥന്മാർക്കൊന്നും രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് അവരും ഇല്ല. ഒരു മധ്യസ്ഥനും രക്ഷിക്കത്തില്ല. ഒരിക്കൽ ഒരു പള്ളി കമ്മിറ്റിക്കാരൻ പറഞ്ഞ പള്ളിയുടെ മുമ്പിൽ 3 ഫോട്ടോ വെച്ചു. നമ്മുടെ നാട്ടിൽ എവിടെ ഫോട്ടോ വെച്ചാലും അതിൻ്റെ മുമ്പ് എന്തോ വെക്കും? ഒരു നേർച്ചപ്പെട്ടി വെക്കും, അല്ലേ? 1 വർഷം കഴിഞ്ഞ് പെട്ടി തുറന്നു. 1ാമത്തെ ഫോട്ടോ യേശുവിൻ്റെ ഫോട്ടോ. ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന് പെട്ടി തുറന്നപ്പോൾ 7500 രൂപ ചില്ലറ സഹിതം. 2ാമത്തെ ഫോട്ടോ യേശുവിൻ്റെ അമ്മയുടെ ഫോട്ടോയാ. 85,000 രൂപ അതിൻ്റെ മുമ്പിൽ ഇരുന്ന് പെട്ടിക്കകത്തുണ്ടായിരുന്നു. അടുത്ത ഫോട്ടോ യേശുവിൽ വിശ്വസിച്ച് ജീവിച്ച ഒരു തിരുമേനിയുടെ ഫോട്ടോയാ. 1,85,000 രൂപ ആ പെട്ടിക്കകത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യമല്ല ഇത്. മനോരമയിലെ വാചകമേളയില് ചിരിയുടെ തിരുമേനി ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ് മെത്രോപ്പൊലീത്ത ഒരാൾ എഴുതിയ കൊട്ടേഷൻ ഇപ്പോഴും ആ പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിരിപ്പുണ്ട്. ദൈവമാരാന്ന് തിരിച്ചറിയാതെ പലരും മധ്യസ്ഥന്മാരുടെ പുറകെ ഓടി നടക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കറിയാം, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഏക മധ്യസ്ഥൻ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം, ഉറക്കെ പറ, യേശു. എത്ര പേർക്ക് ഇന്ന് രാത്രി യേശുവെ ഉറക്കെ വിളിക്കാൻ കഴിയും? ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മേളിൽ രക്ഷയ്ക്കായി ഏക നാമോ യേശുവെന്ന നാമമല്ലാതെ ചരിത്രം മാറുക, നിങ്ങളുടെ വീട് മാറുക. യേശുവെ ഉള്ളു തുറന്ന് വിളിക്ക്. യേശുവെ ഉള്ളു തുറന്ന് വിളിക്കുന്ന ആരുടെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുന്ന ആരുടെ ചരിത്രം മാറും.
ഭയങ്കര ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീടിനകത്ത് നടക്കും. യേശു 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 യേശുവേന്ന് വിളിക്ക്. എനിക്കറിയാം ഭയങ്കര ദൈവപ്രവർത്തികളിലേക്ക് വിസ്ഫോടനകരമായ മാറ്റം ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രാത്രിയായത്. This is your time. God will do something in your life. എന്റെ ജീവിതം മാറ്റിയത് യേശുവാ. എന്റെ വീടിന്റെ അവസ്ഥ മാറ്റിയത് യേശുവാ. നിങ്ങളുടെ വീടിന്റെ അവസ്ഥ മാറ്റാനും. റാന്നിയിൽ നിന്ന് 50 കൊല്ലങ്ങൾക്ക് മുമ്പ് അത്തിക്കത്ത് കുടിയേറിപ്പോയ ഒരു കുടിയേറ്റ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ ഭയങ്കര മിടുക്കനായിരുന്നു. 8ാമത്തെ വയസ്സിൽ ആടിനെ വളർത്തി സ്വർണ്ണമാല കഴുത്തിട്ട മനുഷ്യന് 8ാമത്തെ വയസ്സിൽ. 9ാമത്തെ വയസ്സിൽ തളർന്നുപോയി. ചെയ്ത്തുദോഷം എന്നാ മറ്റുള്ളവരൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഒരു പങ്ക് ബിസിനസ്സുകാരനുണ്ടായിരുന്നു, കേശവുള്ള പറഞ്ഞു, മാത്തിച്ചേട്ടാ ഇത് ചെയ്ത്തുദോഷമാണ്, ഇതിന് ഊരിക്കൊമ്പിലച്ചനെ കൊണ്ട് കുരിശുരൂപം വാഴ്ത്തി വീട്ടിയിടണം, എന്നാലേ നിങ്ങളുടെ മോൻ എഴുന്നേക്കത്തുള്ളൂ. അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങൾക്കറിയാവുന്ന ഒറ്റ ഒരാൾ ക്രൂശിതനായ ക്രിസ്തുവാ, അതിനപ്പുറത്തൊരു രൂപത്തെ ഞങ്ങൾ അറിയുന്നില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ പെന്തിക്കോസുകാർ കയറി വരുന്നത്. അവർ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ കാലുകുത്തി എഴുന്നേറ്റു, നടന്നു. അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ അനുഭവിച്ചറിഞ്ഞ ഒരു വീടാ ഞങ്ങളുടെ വീട്. ഇന്ന് രാത്രിക്കാലം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏത് ശാപത്തെ മാറ്റാൻ, ഏത് ശാപത്തെ തകർക്കാൻ, ഏത് ശാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ ഭയങ്കര ദൈവസാന്നിധ്യം എനിക്കിന്ന് രാത്രി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഒഴുക്കി മെസ്സേജ് പറയുമ്പോൾ ഇന്ന് രാത്രി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചില വീടുകളുടെ ശാപത്തിന്റെ ചരിത്രത്തെ കീറിക്കളയാൻ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഉറക്കെ വിളിക്ക്, യേശുവേ. ഒരോടി വന്ന് യാഗപീഠത്തിന്റെ കൊമ്പെ പിടിച്ചു. പുറകെ വന്ന തീ അവിടെ നിന്നു. അപ്പൊ അവരുറക്കം പാടുക, അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാ. ഞാൻ ഗൗരവപുത്രന്മാരോട് ചോദിച്ചു, എന്താ ഭാഗ്യം? അപ്പം പറയാ, ഞങ്ങളുടെ അപ്പനും അപ്പന്റെ കൂട്ടുകാരുമെല്ലാം ന്യായവിധിയുടെ തീക്കകത്തകപ്പെട്ട് മണ്ണോട് മണ്ണായപ്പം ഞങ്ങൾ ഇന്ന് ജീവനോടിരിക്കുന്നതിന്റെ കാരണം ഈ ആലയവാ. അപ്പൊ ദൈവത്തെ ആരാധിച്ച കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യം, ദൈവമക്കൾ ചേർന്ന് പറ, ഇവിടെ ഒരു ജീവനുണ്ട്. ആലയത്തിൽ എന്തുണ്ട്? ഉറക്കെ പറ. ഇന്ന് രാത്രി ചില ചീട്ടുകൾ കീറിക്കളയാൻ പോവുക. ശാപത്തിന്റെ ചീട്ട് കീറുന്ന രാത്രിയായത്. മരണത്തിന്റെ ചീട്ട് കീറുന്ന വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ശാപത്തിന്റെ കരിമ്പടം പുതപ്പിക്കാൻ ഇരുട്ടിന്റെ അധികാരങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ആ ചീട്ടിനെ കീറിക്കളഞ്ഞ് നിന്റെ വീടിനകത്ത് ജീവൻ പകരാൻ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ യെസ്, ജീവൻ അനുഭവിക്കുന്നവർ ആലയത്തിൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അവരാ കാഴ്ച കണ്ടത്. എന്താ കണ്ട അവർ കണ്ട കാഴ്ച എന്താ? 84-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിച്ചേ. കുരുകിൽ ഒരു വീട്. The sparrow has found a home. വീട്. അവിടെ നിന്ന് ഒത്തിരി പറയാനുണ്ട്. അവിടെ കുരുകില് വീട്. കുരുവിയെ കണ്ടിട്ടുണ്ടോ? ഓലയുടെ ഞാലിക്കും മരത്തിന്റെ ചില്ലയിലും പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ കടയുടെ ഷട്ടറിനകത്തൊക്കെ ഇരിക്കുന്ന ചെറിയ പക്ഷി കുരുവി. കുരുവി ഉണ്ടാക്കുന്ന പാർപ്പിടത്തിന് നമ്മുടെ നാട്ടിൽ കൂടെന്നാണോ പറയുന്നത് അതോ വീടെന്നാണോ പറയുന്നത്? കുരുവി കൂട് അല്ലേ? കൂടാ. പക്ഷെ ഇവിടെ പറയാ കുരുവി എന്തോ ഉണ്ടാക്കി. ഞാൻ കുരുവിനോട് ചോദിച്ചു, ഞാനിത് നോക്കി, ഇത് അച്ചടി അല്ലല്ലല്ല, എല്ലാ ട്രാൻസ്ലേഷനിലും എഴുതിയിരിക്കുന്നത് ഫൗണ്ട് എ ഹോം.
വീട്. ഞാൻ ചോദിച്ചു, എടാ നിന്റെ വർഗത്തിൽപ്പെട്ടവരെല്ലാം കൂട്ടിനകത്ത് താമസിക്കുമ്പോൾ കുരുകിലെ നിനക്കെങ്ങനെ വീട് കിട്ടിയ? അപ്പൊ കുരുകില് പറയാ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ എന്തോ ഉണ്ട്. ദുരാരാഭാര. കോരകപുത്രന്മാർക്ക് ആലയം സമ്മാനിച്ചത് ജീവനാണെങ്കിൽ, ഇന്ന് രാത്രി ഇനിയും ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുരുകിലിന് ആലയം കൊടുത്ത ഭാഗ്യത്തെ കുറിച്ചാ. എൻ്റെ കൂടെ ഒരു 10-25 മിനിറ്റ് വരണേ, നമ്മൾ ലളിതമായിട്ടൊന്ന് പോകാൻ പോവാ. കുരുകിലിന് കിട്ടിയ ഭാഗ്യം. കുരുവി, ആ പക്ഷിയുടെ മൂലപദം സ്റ്റിഫോർ എന്ന വർഗത്തിൽപ്പെട്ട പക്ഷിയാ കുരുകിൽ. സ്റ്റിഫോർ, പക്ഷിശാസ്ത്രം പഠിക്കുന്ന പുസ്തകം പറയുന്നത് സ്റ്റിഫോർ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട പക്ഷികൾക്ക് ഒരു 2-3 പ്രത്യേകതയുണ്ട്. ഒന്ന്, തനിച്ചിരിക്കത്തില്ല. 2, ഇരുട്ടിലിരിക്കത്തില്ല. 3, ഉറക്കളയ്ക്കത്തില്ല. സ്റ്റിഫോർ എന്ന വർഗത്തിൽപ്പെട്ട പക്ഷികളുടെ 3 പ്രത്യേകതയാ. എന്തൊക്കെയാ? തനിച്ചിരിക്കത്തില്ല, ഇരുട്ടത്തിരിക്കത്തില്ല, ഉറക്കളയ്ക്കത്തില്ല. കുരുവിക്കൂട് കണ്ടാൽ അറിയാം, കാക്കയുടെ കൂട് പോലെ വാതിൽ മേളിലാണോ? അല്ല. ആർട്ടിഫിഷ്യൽ കുരുവിക്കൂട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? എൻ്റെ ദൈവമേ, നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലേ? കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചരിഞ്ഞു വരുമ്പം വാതിൽ ഒന്നെങ്കിൽ സൈഡില് അല്ലെ താഴെ, അല്ലേ? എന്നാ കാരണം? സൂര്യപ്രകാശം ഭൂമിയിൽ അടിച്ചേച്ച് അത് റിഫ്ലക്ട് ചെയ്ത് കൂട്ടിക്കേറിയാലേ കുരുകില്. ഒരു രാവിലെ ഒരു 6 മണിക്ക് മുമ്പ് ഏതെങ്കിലും കുരുവിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. 9 മണി കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ്, അതും നല്ല വെട്ടമുള്ളപ്പോഴേ കുരുകിലെ കാണത്തുള്ളൂ. ഇനി 5 മണി കഴിഞ്ഞാൽ പിന്നെ 5 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു കുരുവി എന്ത് ചെയ്യത്തില്ല? ഇരുട്ടത്തിരിക്കത്തില്ല, തനിച്ചിരിക്കത്തേ ഇല്ല. ഉറക്കള അത് വേണം ചിലർക്ക് ഏറ്റെടുക്കാൻ പറ്റിയ ദൂത. അത് ഇനിയിപ്പം അനീഷ് തോമസ് എന്നല്ല ആര് വന്ന് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ ഇരുന്നുറങ്ങുന്ന കാര്യത്തിൽ ഒരു മടുപ്പും അവരെന്ത് ചെയ്യത്തില്ല. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ യേശുവിൻ്റെ കാലത്ത് മാത്രമേ ഉള്ളൂ പ്രസംഗത്തിൽ. പൗലോസൊക്കെ പ്രസംഗം നീട്ടി ഉറങ്ങിപ്പോയോ താഴെ വീണവനെയൊക്കെ പൊക്കി എഴുന്നേപ്പിച്ച് സൗഖ്യമൊക്കെ ആക്കിയത് ഉണ്ടല്ലേ. പക്ഷെ യേശുവിൻ്റെ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. യേശുവിൻ്റെ പ്രസംഗത്തിലൊന്നും ആരും ഇരുന്ന് എന്ത് ചെയ്തിട്ടില്ല? ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം എന്നാ? അതെനിക്ക് മനസ്സിലായത്, ഇതുപോലത്തെ ചർച്ചകളിലൊക്കെ വളരെ കുറച്ച് യേശു പ്രസംഗിച്ചിട്ടുണ്ട്. കൂടുതലും പ്രസംഗിച്ചത് പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി ഇരുന്നു. കർത്താവ് മലയിലിരുന്നു, ആൾക്കാരെല്ലാം ചുറ്റും വന്ന് അവൻ ശീമോന്റെ പടകിൽ കയറി ഇരുന്നു. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗ രീതി എന്നൊക്കെ പറയുന്നത്, ഈ മലയിലാണേലും കൊള്ളാം പടകയിലാണേലും കൊള്ളാം, കർത്താവ് ഇരുന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി ഇരുന്നു, തിരുവായ് മൊഴിഞ്ഞു. അന്നത്തെ രീതി അതാ. പ്രസംഗിക്കുന്ന ആള്, പഠിപ്പിക്കുന്ന ആള് ഇരുന്നുകൊണ്ടാ പഠിപ്പിക്കുന്നത്. കേൾക്കുന്നവര് പിന്നെ മലയിൽ എത്ര കസറയായിരിക്കുന്നത്, പടകിന്റെ തൊട്ടപ്പുറത്ത്. അപ്പൊ അന്നത്തെ രീതി അങ്ങനെ. പ്രസംഗിക്കുന്ന ആളും പഠിപ്പിക്കുന്ന ആളും ഇരുന്നുകൊണ്ട് പഠിപ്പിക്കും, കേൾക്കുന്നവര് നിന്നുകൊണ്ട് കേൾക്കും. ഇത് നേരെ തിരിച്ചാ. വളരെ കഷ്ടപ്പെട്ട് വന്നു ഞാനിവിടെ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും അതും കസാറ AC, ഉറക്കം വന്നില്ലേലേ ഉള്ളൂ. ഞാനേതായാലും ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ സുരേഷ് ബാബു പാസ് ഇത് കേട്ടിട്ടുണ്ട്. ഒരാത്മനിയോഗത്തിൽ അടുത്ത ദിവസങ്ങളിലെങ്ങാണോ അങ്ങനെ ചെയ്താൽ ഒന്നും തെറ്റു പറയാൻ പറ്റത്തില്ല. കുരുകിൽ തനിച്ചിരിക്കത്തില്ല, കുരുകിൽ ഇരുട്ടത്തിരിക്കത്തില്ല, കുരുകിൽ ഉറക്കളക്കത്തില്ല. ഞാനിതൊക്കെ പറയുമ്പോഴും വചനം അറിയാവുന്ന ദൈവമക്കൾ ഒരു വാക്യം കൊണ്ട് എൻ്റെ അടുക്ക് വരും. വാക്യം ഇതാ, 102-ാം സങ്കീർത്തനം 7-ാം വാക്യം. ഞാൻ ഉറക്കമളച്ചിരിക്കുന്നു, വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാണ്. ഞാൻ പറഞ്ഞതിനെ എല്ലാം കണ്ണിക്കുന്ന ഒരു വാക്യമായിരുന്നു. തനിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞു, ഇരുട്ടത്തിരിക്കത്തില്ലെന്ന് പറഞ്ഞു, ഉറക്കളക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇത് 3ഉം സംഭവിക്കുന്നതിനെ ഉപമിച്ചിരിക്കുക. ഞാൻ ഉറക്കമുളച്ചിരിക്കുന്നു, വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാണ്. ഇവിടെ ഇത് പറയുന്നത് ഒരു രാജാവാണ്. രാജാവിന് ഉറക്കളക്കേണ്ട കാര്യമില്ല, രാജാവിന് തനിച്ചിരിക്കേണ്ട കാര്യമില്ല, രാജാവിന് ഇരുട്ടിലിരിക്കേണ്ട കാര്യം ഇല്ല. പക്ഷെ ഈ രാജാവ് ഉറക്കളക്കുക, ഈ രാജാവ് തനിച്ചിരിക്കുക, ഈ രാജാവ് ഇരുട്ടിലിരിക്കുക. ഉപമാനമായിട്ട് അദ്ദേഹം പറയുകയാണ്, ആരെ പോലെ ഞാൻ ഇരിക്കുന്നു? കുരുകിലെ പോലെ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം അല്ലിത്. ഒരു രാജാവ് ഉറക്കളയ്ക്കണമെങ്കിൽ, തനിച്ചിരിക്കണമെങ്കിൽ, ഇരുട്ടത്ത് പോകണമെങ്കിൽ
യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ രാജ്യം അവൻ എന്ത് ചെയ്യണം? നഷ്ടപ്പെടണം. എവിടെയോ തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടിരിക്കുക, ഏതോ ഗുഹയ്ക്കകത്ത് താൻ ഒളിച്ചിരിക്കുക, ഒറ്റയ്ക്കായിപ്പോയി. ആ ഒറ്റയ്ക്കായ അവസ്ഥയാണ് താൻ പറയുന്നത്, വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന. അപ്പം കുരികിൽ ഒരിക്കലും സർവ്വസാധാരണമായിട്ട് തനിച്ചിരിക്കാറില്ല. പക്ഷെ ഏതോ ഒരു കോണ്ടസ്റ്റിൽ, ഏതോ ഒരു യാഥാർത്ഥ്യത്തിൽ, ഏതോ ഒരു ഡെലിമയിൽ, ഏതോ ഒരു ഡൈമെൻഷനിൽ, ഏതോ ഒരു ക്രൈസിസിൽ കുരികിലിന് തനിച്ചാകേണ്ടി വന്നു. അതാ ഇന്ന് രാത്രി വചനത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. യൂഷ്വൽ അല്ലത്, ആസ് യൂഷ്വൽ അല്ലത്, കോമൺ അല്ലത്. പക്ഷെ എവിടെ ഒരു ഡെലിമയിൽ പുള്ളിക്കത് പറ്റിപ്പോയി. എങ്ങനെ? ഇതൊക്കെ മനസ്സിലാണ് കുരികിലെ ഇച്ചിരി പഠിക്കണം. നമുക്ക് ഇച്ചിരി നേരം കൂടെ കുരികിലോട്ടൊന്ന് ചെല്ലാം. ഈ ഏതിനെയും പഠിക്കണേ അതിൻ്റെ വിലയെന്നൊക്കെ നമ്മളാണേലും ഈ വരുമ്പോഴേ ദൈവാസന്മാരൊക്കെ പറയുന്നത് ഇങ്ങനെ, കർത്താവിൻ്റെ വിലയേറിയ ദാസ് അല്ലേ. അപ്പം ശരിക്കും വിലയൊക്കെ ഒരു വലിയ വിഷയമാണ് അല്ലേ. അപ്പം കുരികിലിൻ്റെ വിലയെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം. കുരികിലിൻ്റെ വിലയെന്ന് തന്നെ നമുക്ക് അതിനൊന്ന് പഠിച്ചു വരാം. ഒന്ന് വായിച്ചു നോക്കിക്കേ കുരികിലിൻ്റെ വില. മത്തായി സുവിശേഷം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 10 വേഴ്സസ് 29. മത്തായി 10:29. കുരികിലിൻ്റെ വില. കാശിന്, നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിക്കേ, എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, കാശിന്. അപ്പം മത്തായിലെ കണക്കനുസരിച്ചാണ് കുരികിലിൻ്റെ വില എത്ര? കാശിന്. കാശിൻ്റെ കണക്ക് എങ്ങനെയാ? കാക്കാശ്, അരക്കാശ്, മുക്കാക്കാശ്, ഒരു കാശ്. കേട്ടിട്ടില്ലേ? കാക്കാശ്, അരക്കാശ്, മുക്കാക്കാശ്, ഒരു കാശ്. ഇങ്ങനെ കാശിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാശ് കൊടുത്താൽ മത്തായിലെ സുവിശേഷത്തിൽ കുരികിലിൻ്റെ വില 2. അയ്യോ, അതിനെക്കാട്ടി വലിയൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം. ഞാൻ കുരികിലിൻ്റെ വില പറയാനാണ് ഇവിടെ വന്നത്. അതിനെക്കാട്ടി വലിയൊരു കാര്യം ഇവിടെ കിടക്കുക. എന്തോന്നറിയോ? കർത്താവിൻ്റെ കരുതൽ എന്തോ അന്ന്. നമ്മുടെ തലയിലെ മുടി പോലും ആർക്കറിയാം? നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അമ്മമ്മ ഇന്ന് എത്ര വട്ടം പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനും കേൾക്കാനും അറിയാനും ഒന്നും ആരും ഇല്ല. നമ്മുടെ പ്രശ്നം എന്താ? ആരും നമ്മളെ അറിയുന്നില്ലെന്നുള്ളതാ. പക്ഷെ കർത്താവ് പറയാം, നമ്മുടെ തലയിലെ മുടി പോലും ആരറിയുന്നെന്ന്. മനസ്സിലായില്ലേ? ലളിതമായിട്ട് ഞാൻ പറയാം. രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ 1,85,533 മുടിയായിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നത്. ഞാനിവിടെ വന്ന് പ്രസംഗിച്ചേച്ച് അവിടെ പോയി വിശ്രമിച്ചേച്ച് തിരിച്ച് ഫ്രഷായപ്പോൾ 3 എണ്ണം പൊഴിഞ്ഞു പോയി. ബാക്കി എത്ര ഉണ്ട്? 1,85,530 എണ്ണം. അതിൻ്റെ എണ്ണം പുസ്തകത്തിൽ എഴുതി വെച്ച കർത്താവിനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമുണ്ടോ ബ്രദറെ? നമുക്കറിയാത്തതുപോലും നമ്മളെ കുറിച്ച് അറിയാവുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന്. എന്റെ വീഴ്ച നമ്മുടെ തലയിൽ എത്ര മുടി ഉണ്ടെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവ് അതിന്റെ എണ്ണം കൗണ്ട് ചെയ്ത് വെച്ചാ ഇന്ന് രാത്രി നമ്മളെ ഇവിടെ കയറ്റി വിട്ടിരിക്കുന്നെന്ന് പിന്നെ കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണ് ധൈര്യത്തോടെ പറ, ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. ഞാൻ കുരികിലിന്റെ വില പറയാനാ ബ്രദറെ വന്നേ. അവിടെ പറഞ്ഞിരിക്കുക കാശിന് 2 കുരികില് എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം എഴുതുന്ന സമയത്ത് യഹൂദന്റെ മാർക്കറ്റിൽ ചെന്ന് 1 കാശ് കൊടുത്താൽ എത്ര കുരികിലിനെ കിട്ടും? 2. അന്നേരം 1 കുരികിലിന് എന്നാ വില വീഴുന്നുണ്ട്? അരക്കാശ്. ഇനി നമുക്കൊന്ന് നോക്കിയാലോ ഇതിന്റെ വില കൂടുവാണോ കുറയുകയാണോ ചെയ്യുന്നത് നോക്കിക്കേ. ലൂക്കോസ് 12:6 വായിച്ച്. ലൂക്കോസ് 12:6. 2 കാശിന്, മത്തായിലെ കണക്കനുസരിച്ച് 1 കാശിന് 2 കാശിന് എത്ര കിട്ടണ്ടേ? അതെങ്ങനെ അങ്ങനെ കണക്ക് ശരിയാണ്? നിങ്ങളൊന്ന് നോക്കി. മത്തായിലെ കണക്കനുസരിച്ചാണ് 1 കാശിന് 2 കാശിന് എത്ര കിട്ടണ്ടേ? 4 കിട്ടണ്ടേ. ഇപ്പൊ ഇവിടെ ലൂക്കോസിൽ എത്ര കിട്ടുന്നത്? 5. എനിക്കൊന്ന് ക്രിസ്മസ് ഒക്കെ വരുന്നതിന്റെ ഓഫർ ആയിരിക്കും അല്ലേ? ഇപ്പൊ ഇതിന് അരക്കാശ് വില വരുന്നുണ്ടോ? ഇല്ല. പക്ഷേ വചനം പറയാ
അരക്കാശ് വിലയില്ലെങ്കിലും ഇതിനെന്തോ ഉണ്ട്, വിശേഷതയുണ്ട്. അതിനെന്തോ വിശേഷത ഉണ്ടെങ്കിലും അതിനേക്കാൾ ഏറിയ കുരികിലകളേക്കാൾ വിശേഷതയുള്ളവരാ ദൈവമക്കൾ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? ലോകത്തിന്റെ മുമ്പിൽ നിനക്കൊരു വിശേഷതയില്ലെങ്കിലും, ലോകത്തിന്റെ മുമ്പിൽ നീ സാധാരണക്കാരനാണെങ്കിലും, ഇന്ന് പകൽ സ്വർഗത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ കുരികിലുകളെക്കാൾ നീ ആരാണ്? വിശേഷതയുള്ളവനാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അരക്കാശ് വിലയില്ലെങ്കിലും കുരികിലിന് എന്തോ ഉണ്ടാൻറ്റി? വിശേഷതയുണ്ട്. കുരികിലിന് എന്നാ വിശേഷതയുണ്ടെങ്കിലും അതിനേക്കാൾ വിശേഷത ആർക്കുണ്ട്? എനിക്കുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരു ഭോഷനാന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്കൊരു വിശേഷതയുണ്ട്. ജീസസ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം പെന്തിക്കോസിലാണ്. ഞാൻ ഇന്ന് വരെ സിനിമാ കോട്ടയുടെ അകം കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് വരെ കള്ളും കുപ്പിയെ തൊട്ടിട്ടില്ല. സത്യമായിട്ടും പറയാം, സിഗരറ്റ് ഞാൻ തൊട്ടിട്ടില്ല. അതിൻ്റെ രുചി എനിക്കറിയത്തില്ല. നിങ്ങളാരും സ്തോത്രം പറയത്തില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ പറയാഞ്ഞത്. നിങ്ങളെ കൊണ്ട് ഞാൻ സ്തോത്രം പറയിപ്പിക്കണമെങ്കിൽ ഞാൻ ആരെയും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് മാനസാന്തരപ്പെട്ട് അതാ സത്യത്തിൽ പെന്തിക്കോസുകാർക്കൊക്കെ സാക്ഷ്യം. സത്യമായിട്ടും ഞാൻ ഒരിടത്തും ഞാൻ സാക്ഷി പറയാറില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് വരെ ആകപ്പാടെ സത്യത്തിൽ പേടിയുള്ളത് ഈ ഞാൻ വേറെ ഒന്നും പോയിട്ടില്ല, വേറെ ഒന്നിനും പോയിട്ടില്ല. പിന്നെ പേടിയുള്ള ഒരു കാര്യം, ഈ പ്രവാചകന്മാരെ ഭയങ്കര പേടിയായിരുന്നു പെന്തിക്കോസിലെ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് തന്നെ, അതാ അതിൻ്റെ കാര്യം. ഞങ്ങളുടെ വീട്ടിൽ ഈ ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. വരുന്ന ഉദ്ദേശിക്ക് കൊടുക്കാൻ ഇറച്ചി ഉണ്ടാക്കുന്നു, മീനുണ്ടാക്കുന്നു, തോരനുണ്ടാക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ മണമടിക്കുമ്പോഴത്തേന് വിശപ്പ് ഇതുപോലെ ഉണ്ടാകുന്ന ഒരു ദിവസം വേറെ ഇല്ല. എന്ത് ചെയ്താലും അന്നൊക്കെ ഇപ്പം നീണ്ടത് ശാന്തമായിട്ടിരിക്കുന്നു. പക്ഷെ അന്നൊക്കെ വലിയ പുലികളാണ്. എന്ത് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. പിന്നെ ആകെപ്പാടെ ഒരു പോംവഴി എന്ന് പറയുന്നത്, ഇവർ ഇതെല്ലാം ഒരുക്കി വെച്ചേച്ച് കുളിക്കാൻ പോകുന്ന സമയത്ത് ഫ്ലാസ്ക് എടുക്കാൻ പോകുന്ന ഒരു പോക്കുണ്ട്. ആ സമയത്താണ് ഇതെല്ലാം കൂടെ നമ്മളെ ഇങ്ങനെ ആകർഷിക്കുന്നത്. അന്നേരം കഴിക്കണോ കഴിക്കണ്ടായോ, വിശപ്പാണ് കഴിക്കാൻ നിർബന്ധിക്കും. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട്, സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് അത് മാത്രമായിട്ട് വെട്ടിയിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അത് കഴിച്ചേച്ച് ഈ ഫ്ലാസ്ക് കൊണ്ട് എത്തിക്കേണ്ടിടത്ത് എത്തിച്ചേച്ച് മുന്നിൽ വന്നിരിക്കുമ്പോഴത്തേനും ഈ മുട്ട ഇരുന്ന് യാഗരിക്കുന്ന പ്രവാചകനെ കാണുന്നത്. കഴിച്ചതും ദഹിക്കും. എന്തുമാത്രം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ വെളിപ്പെടല്ലേ, വെളിപ്പെടല്ലേ, അടിയനെ പൊടിയോളം താഴ്ത്തുന്നു, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകണേ. കാര്യം എന്നാ, അതാ അദ്ദേഹത്തിന് വെളിപ്പെടുകയും ചെയ്യും. വെളിപ്പെട്ടാൽ ഇവര് പറയുകയും ചെയ്യും. ഇന്നൊട്ട് വെളിപ്പെടുത്തുമില്ല, വെളിപ്പെട്ട പറയത്തുമില്ല. ആരേലും വെളിപ്പെടുത്തി പറഞ്ഞാൽ നമ്മൾ പാസ്റ്ററോട് പറയും, ഓ പുള്ളിക്ക് ഇച്ചിരി കൃപയൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി പരിജ്ഞാനക്കേടുണ്ട്. എന്താ പരിജ്ഞാനക്കേട്? അതാ ഉള്ളതുപോലെ എന്ത് ചെയ്തു? വെളിപ്പാടുള്ള എത്രയോ ദൈവദാസന്മാരുടെ കൂടെ നടക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ മാത്തൂര്, കൊലശേഖരത്തിനടുത്ത് മാത്തൂർ ഒരു സാധു ലാസറയ്യ ഉണ്ടായിരുന്നു, ലാസർ പാസ്റ്റർ. സ്തോത്രം. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഇതുപോലെ ആ ദൈവദാസനുമായിട്ട് അടുത്ത ചുരുക്കം ചിലരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. എനിക്കറിയാം, കർത്താവിൻ്റെ ദാസനൊക്കെ ആദ്യകാലത്ത് അദ്ദേഹവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ദൈവദാസന്മാരാണ്. ഈ കരയെ കൂടെ പോയ അങ്ങേ കരയെ കൂടെ പോകുന്ന ഭൂതം അലറിപ്പോവായിരുന്നു. അതുപോലെ ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരാണ്. ഞാൻ എപ്പോൾ അവിടെ പ്രസംഗിക്കാൻ ചെന്നാലും സ്വോത്ര കാഴ്ച തരുന്നത് ഇങ്ങനെ എണ്ണി തന്നിട്ടില്ല, ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തന്നിട്ടേ ഉള്ളൂ. സ്വോത്രം ഇങ്ങനെ എടുത്ത് തന്നിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്കുള്ളത് എനിക്ക് കിട്ടത്തുള്ളൂ. എനിക്കുള്ളതിൽ ഒട്ടും കുറയത്തുമില്ല, കൂടത്തുമില്ല. ഇനി പാസ് വന്നാലും പാസ്സൊക്കെ ഇങ്ങനെ എടുത്ത് തരും. അതും ആ പോക്കറ്റിൽ നിന്ന് തരുന്നത് കറക്റ്റായിരിക്കും. അങ്ങനെ ദൈവം വെളിപ്പാടിനാൽ ഉപയോഗിച്ച ഒത്തിരി കർത്തൃദാസന്മാരെ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു കാര്യം സത്യമായിട്ടും പറയാൻ പറ്റും, പെന്തക്കോസ്തിൻ്റെ ശക്തി ദൈവ വെളിപ്പാടിൻ്റെ നിയോഗങ്ങളാണ്.
അങ്ങനൊരു തലമുറ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഒരു ചാവേറാകാനാ ദൈവം ചിലരെ ഈ ദിവസങ്ങളിൽ സെലക്ട് ചെയ്യുന്നത്. കർത്താവ് ഇന്ന് രാത്രി ചിലരെ അഭിഷേകം ചെയ്ത് നിയോഗിക്കാൻ പോവുക. അരക്കാശു വിലയില്ലെങ്കിലും കുരുകിലിന് വിശേഷത. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരനുഭവം ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു പെന്തിക്കോസ്. ഞങ്ങളൊക്കെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ റാന്നിയിൽ നിന്ന് അത്തിക്കത്ത് പോയപ്പോൾ അത്തിക്കത്തെ ക്നാനായക്കാരുടെ പള്ളി ഇരിക്കുന്നത് ഞങ്ങളുടെ പുരേടത്തിലായിരുന്നു. അവിടുന്ന് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി. എൻ്റെ അമ്മ പോയി സ്നാനപ്പെട്ടു. ഈ അമ്മ വീടെന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു നൊമ്പരമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അമ്മാച്ചന്മാർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ വിശ്വാസം അവരെ ഞങ്ങളിൽ നിന്ന് ഒത്തിരി വെറുപ്പിച്ചു. അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്നും ഒരു നൊമ്പരം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം വാരിക്കോരി അവർ തരുമായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒത്തിരി ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒറ്റപ്പെടലുകളുടെ നടുവിലും ഈ കറുത്ത പുസ്തകത്തെ പിടിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ ധൈര്യപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട്. അത് ഏറിയ കുരുകിലുകളെക്കാൾ, സ്തോത്രം, വിശ്വാസത്തിൻ്റെ പേരിൽ ഒറ്റപ്പെടുന്ന ആരെങ്കിലും എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ നിങ്ങളോടാ എനിക്ക് ഇനിയും പറയാനുള്ള ദൂത്. ഏറെ കുരുകിലുകളെക്കാൾ നിങ്ങൾക്ക് എന്തോ ഉണ്ട്? വിശേഷം. അരക്കാശ് പോലും വിലയില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരുകിലിനൊരു വിശേഷതയുണ്ട്. എന്തായിരുന്നു കുരുകിലിൻ്റെ വിശേഷത? കുരുകിലിൻ്റെ വിശേഷത ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടതാണ്. ലേവ്യ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിൻ്റെ നിയമമാണ്. ലേവ്യ 14:1 മുതൽ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തെന്നാൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തു ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള രണ്ട് പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരാൻ കൽപ്പിക്കണം. അടുത്തത്, പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിനു മീതെ അർപ്പൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവ അവനെടുത്ത് ഇവയെ ജീവനുള്ള പക്ഷിയെ ഉറവുള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠം ശുദ്ധീകരണം കഴിവാനുള്ളവൻ തമ്മിൽ 7 പ്രാവശ്യം തളിച്ചവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ഇവിടെ പറയുന്നത് കുഷ്ഠരോഗത്തിൻ്റെ ശുദ്ധീകരണ നിയമമാണ്. കുഷ്ഠം എന്ന പദത്തിൻ്റെ മൂലപദം ലെപ്ര എന്ന വാക്കാണ്. എന്താണ് പറഞ്ഞേ? ലെപ്ര എന്ന വാക്കിൽ നിന്നാണ് ഏതുണ്ടായത്? ലെപ്ര പറഞ്ഞേ. തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു വാക്കുണ്ട്, കൊപ്ര. കേട്ടിട്ടുണ്ടോ? രണ്ടും തമ്മിൽ ഡിഫറൻസ്, ചെറിയ വ്യത്യാസമുണ്ട്. ലെപ്രയിൽ നിന്നാണ് ലെപ്രസി ഉണ്ടായത്. കുഷ്ഠരോഗം ഒരു പകർച്ചവ്യാധിയാണ്. ഈ കുഷ്ഠം വന്നു കഴിഞ്ഞാൽ, കോവിഡ് പകർച്ചവ്യാധിയാണ് അല്ലേ? ഈ കാലഘട്ടം പകർച്ചവ്യാധികളുടെ കാലഘട്ടം അല്ലേ? 24 വർഷത്തിനകത്ത് 17 വൈറസുകൾ അല്ലേ? എല്ലാം പകർച്ചവ്യാധികളാണ്. സാർസ്, മിർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, സിക്ക വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, കോവിഡ്, ഇങ്ങനെ 17 എണ്ണം. എന്നിവിടെ അങ്ങ് ജീവിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ഈ താൽക്കാലമുള്ള ഈ മാസ്ക് ഒക്കെ 17 എണ്ണം 24 വർഷത്തിനകത്ത് ആക്രമിച്ച ഒരു ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പം കോവിഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ക്വാറന്റൈൻ ചെയ്യും അല്ലേ? എന്ന് പറയുന്ന പോലെ എന്തിനാ ക്വാറന്റൈൻ ചെയ്യുന്നത്? അത് പടരാതിരിക്കാൻ അല്ലേ? അങ്ങനെ കുഷ്ഠം അതിനെ ക്വാറന്റൈൻ ചെയ്യും. അതെവിടാ ക്വാറന്റൈൻ ചെയ്യുന്നത്? പാളയത്തിന് പുറത്ത്. പാളയത്തിന് പുറത്ത് ക്വാറന്റൈൻ ചെയ്താൽ ആദ്യത്തെ ക്വാറന്റൈൻ, അങ്ങനെ ആദ്യത്തെ ലോക്ക്ഡൗൺ ഉണ്ടായത്. ആദ്യത്തെ ലോക്ക്ഡൗൺ എവിടെ ഉണ്ടായത്? മോദി ഗവൺമെന്റ് ഒന്നുമല്ല ഉണ്ടാക്കിയത്. ആദ്യത്തെ ലോക്ക്ഡൗൺ എവിടെ സംഭവിച്ചത്? മരുഭൂമിയിലെ സഭ. എപ്പോഴായിരുന്നത്? മിരിയാമിന്. അത് തന്നെ, മിരിയാമിന് കുഷ്ഠം വന്നപ്പോൾ 7 ദിവസം ചർച്ച എവിടായിപ്പോയി? ലോക്ക്ഡൗണിലായിപ്പോയി അല്ലേ? അങ്ങനെ ആദ്യത്തെ ലോക്ക്ഡൗൺ.
അന്നേരം ഈ ലോക്ക്ഡൗണിലൊക്കെ ഇരുന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി പ്രശ്നത്തിന് പരിഹാരമുണ്ടായാലും ചാടിക്കേറി ഓഫീസിൽ വരാൻ പറ്റത്തില്ല. 2 ടെസ്റ്റ് ഉണ്ട്. ഒന്ന് പെട്ടെന്ന് നടക്കുന്ന ഒരു ടെസ്റ്റ് ആൻറ്റിജൻ, മറ്റൊന്ന് RT-PCR അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റാണ് ഇപ്പം നമ്മൾ വായിച്ച സാധനം, RT-PCR ടെസ്റ്റ്, കുഷ്ഠരോഗത്തിൻ്റെ ശുദ്ധീകരണം. അതിനെന്ത് സംഭവിക്കണം? പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് പോകണം. പാളയത്തിന് പുറത്തു പോകുന്ന പുരോഹിതൻ 2 പക്ഷികളെ, യഹൂദ ന്യായപ്രമാണം പഠിക്കുമ്പോൾ 2 തരം പക്ഷികളെ അവർ യാഗം കഴിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന് പ്രാവ്, മറ്റൊന്ന് കുരുകിൽ. പ്രാവിനെ അവരെപ്പോഴും യാഗപീഠത്തിലേ അറക്കാറുള്ളൂ. ആ പ്രാവിനെ അറക്കുമ്പോൾ അതിനെ പിളർത്താറില്ല. കാര്യം അബ്രഹാം പിളർത്താഞ്ഞത് കൊണ്ട് പിന്നീട് വന്നവരാരും എന്ത് ചെയ്തില്ല? പ്രാവിനെ പിളർന്നില്ല. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കണ്ടു, അഗ്നിനാവ് പോലും പിളർന്നിരിക്കുന്ന നാവുകൾ അല്ലേ, അത് ഓരോരുത്തൻ്റെ മേൽ എന്ത് ചെയ്തു? പതിഞ്ഞു. അപ്പൊ അതെന്തിനെ കാണിക്കുന്നതാ? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. അപ്പം ഒന്നാമത്തെ പക്ഷി പ്രാവ. പിന്നീട് അവർ യാഗം കഴിക്കുന്ന മറ്റൊരു പക്ഷി ഏതാണ്? കുരുകില. കുരുകിലേ ഉള്ളൂ. കുരുകിലിനെ അവരെപ്പോഴും യാഗം കഴിക്കുന്നത് എവിടായിരുന്നു? പാളയത്തിന് പുറത്തായിരുന്നു. ആർക്ക് വേണ്ടിയായിരുന്നു? കുഷ്ഠരോഗം ശുദ്ധീകരണം പ്രാപിച്ചവന് വേണ്ടിയായിരുന്നു. അപ്പോൾ കുരുകിലിനെ യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ പ്രമാണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കുരുകിലിൻ്റെ ശുദ്ധീകരണ നിയമത്തിലെ പ്രമാണം എന്താ വായിച്ചത്? പുരോഹിതനും സഹായിയും കൂടെ പാളയത്തിന് പുറത്തേക്ക് പോകണം. പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തൊക്കെ വേണം? ദേവദാരു വേണം, ചുവപ്പ് നൂല് വേണം. ആക്റ്റീവായിട്ട് പറഞ്ഞേ, ചുവപ്പ് നൂല് വേണം, ഈസോപ്പ് വേണം, പിന്നെ ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി. എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും അത്? 2 എണ കുരുകിലുകൾ. ഇവയായിട്ട് പാളയത്തിന് പുറത്ത് ചെല്ലണം. എന്നിട്ട് ഉറവിങ്കിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലത്ത് വരുമ്പോൾ ഉറവ് വെള്ളം മൺപാത്രത്തിനകത്ത് ശേഖരിക്കണം. എന്നിട്ട് കയ്യിലിരിക്കുന്ന പക്ഷികളിൽ ഒന്നിനെ പിടിച്ച് മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിൽ എന്ത് ചെയ്യണം? അറുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറുക്കപ്പെടുന്ന കുരുകിലിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അവസാനത്തെ തുള്ളി ചോര വരെ അതിൻ്റെ ഞരമ്പീന്ന് പോയാലേ ഈ പക്ഷി ചാകത്തുള്ളൂ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ അകർക്കപ്പെട്ടപ്പം ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അവസാനത്തെ തുള്ളിച്ചോര വരെ. അടുത്ത പക്ഷിയെ പുരോഹിതൻ കയ്യിലെടുത്തു. ഈ പക്ഷി വിചാരിക്കുക, എന്റെ എണ്ണയെ അറുത്തതുപോലെ എന്നെയും ഇല്ല, നീ അറുക്കപ്പെടേണ്ടതാ. പക്ഷേ നിനക്ക് പകരം ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഒരുവൻ അറുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി യാഗങ്ങൾ വേണ്ട, യോഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട. നിനക്ക് പകരം ഒരുവൻ അറുക്കപ്പെട്ടിട്ടുണ്ട്. അവന്റെ രക്തത്തിൽ മുക്കുക. എത്ര പ്രാവശ്യം? 7. എന്തിനെ കാണിക്കുന്നു? അടിസ്ഥാന ഉപദേശങ്ങൾ, മാനസാന്തരം മുതൽ പ്രാർത്ഥന വരെയുള്ള ഇത് മുക്കിപ്പോക്കുന്നത് എന്തിനാ? നമുക്ക് വേണ്ടിയല്ല. നമ്മളെ രക്ഷയിലേക്ക് നയിച്ചത് നമുക്ക് വേണ്ടിയാന്ന് വിചാരിക്കരുത്. മറ്റു ചിലരെ വിടുവിക്കാനാ ദൈവം നമ്മെ രക്ഷിച്ചത്. നാം നിമിത്തം ഒത്തിരി പാപികൾ മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മിൽ നിന്ന് പുറത്തു വരണം. മക്കളെ, നിങ്ങളൊക്കെ അറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തണം. പ്രവർത്തികളിലൂടെ പരിചയപ്പെടുത്തണം. കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുക. ശുദ്ധീകരിച്ചു കഴിഞ്ഞേച്ച് ജീവനുള്ള പക്ഷിയെ വെളിവിട്ടു. മനുഷ്യന്റെ കയ്യിലകപ്പെട്ട പക്ഷി പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ടു പറക്കുക. ഒരു പക്ഷിക്ക് 2 ആശ്രയ. ഏതൊക്കെയാ? ഒന്ന് ഇണ നഷ്ടപ്പെട്ടു, അടുത്തത് കൂട്. റാന്നിയത്തിക്കത്ത് മടന്നുള്ള ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു തോടാ. തോടിന്റെ കരയിൽ ഒത്തിരി മരങ്ങൾ. ആ മരത്തിൽ 10ഉം 15ഉം കുരുവിക്കൂട് ഒരു മരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഇണക്കുരുവികൾ ഇരിക്കും. ഈ കുരുവിക്കൂട്ടിലേക്ക് അത് തിരിച്ചു പോവാ. എണ നഷ്ടപ്പെട്ടു, മനുഷ്യന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. തളർന്നും പറന്നും തളർന്നും പറന്നും അതിങ്ങനെ പറന്നു ചെല്ലുമ്പം അന്ന് ആദ്യമായിട്ട് ഇണയില്ല. കൂട്ടിനകത്ത് കയറാൻ അതിന് തോന്നുന്നില്ല.
അത് കൂടിൻ്റെ വെളിയിലിരിക്കുക. ഇണ നഷ്ടപ്പെടുത്തിയ ഈ കുരുകിലിനെയാണ് ആര് കണ്ടത്? 102-ാം സങ്കീർത്തനത്തിലെ രാജാവ് കണ്ടത്. രാത്രി മുഴുവൻ അതിരുന്ന് ഞരങ്ങുക. ആർക്ക് വേണ്ടിയാ ഞരങ്ങുന്നത്? ഇണ. എൻ്റെ കർത്താവെ, എൻ്റെ ഇന്നാരെ കൂടെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ, കർത്താവെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇന്നാരും കൂടെ ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ, കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നാരും കൂടെ നരകത്തിൽ പോകാതെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ. എനിക്കറിയാം, രാത്രിയുടെ യാമങ്ങളെ പകലാക്കിക്കൊണ്ട് ഞരങ്ങിക്കരയുന്ന ഒത്തിരി ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശബാരാധരാധര. തനിച്ചിരുന്ന് കരയുന്ന കുരുകില് ഒത്തിരി ദൈവമക്കളെ കണ്ണുകൾ നനയുന്നുണ്ട്. നിന്റെ കണ്ണീരൊന്നും വെറുതെ അല്ല കേട്ടോ. ശബാരാധരാധരക്ഷസി. ദൈവവും ഭാഗം നീ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീരും വെറുതെ ആകത്തില്ല. പ്രഭാതമായ ആൻറ്റി, മറ്റേ കൂട്ടുകളിൽ നിന്നെല്ലാ ഇണക്കുരുകിലുകൾ വെളിയിലിറങ്ങി. ശ്രദ്ധിച്ച് കേട്ടോണേ. അവർ ചോദിക്കുക, ഇന്നലെ ആ മറിയാമ്മയുടെ അവറാച്ചൻ്റെ കൂട്ടിൻ്റെ അവിടെ ഒരു മറുഭാഷയുടെ സൗണ്ട് നിങ്ങൾ അങ്ങനല്ലേ? ആന്നു സഭാചരിത്രത്തിൽ അങ്ങനെ കേട്ടിട്ടില്ലേ? മറിയാമേ നിനക്കറിയാമോ മർത്തോമായിലെ. ഓ, നിങ്ങളാരും ഇതൊന്നും കേട്ടിട്ടില്ലേ? മറിയാമേ നിനക്കറിയാമോ മർത്തോമായിലെ മറുഭാഷ. അത് പിന്നെ സത്യമായി, പിന്നെ അത് പത്യമായി, പിന്നെ അത് പെന്തക്കോസ്തായി. അവറാച്ചൻ്റെ മറിയാമ്മയുടെ കൂടിൻ്റെ അവിടെ മറുഭാഷ. എന്താണെന്നറിയാനായിട്ട് എല്ലാ കുരുകിലുകളും കൂടെ അവിടെ വന്നു. അടുത്തു വന്നപ്പോൾ ആളിനെ മനസ്സിലായി മറിയാമയാ. പക്ഷെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നതുകൊണ്ട് മുമ്പേ മനസ്സിലായില്ല. അടുത്തു വന്നപ്പോൾ രക്തമയമുള്ള മറിയാമ. ഒരു കാര്യം ചോദിച്ചു, മറിയാമേ എന്നെ പറ്റി, എൻ്റെ അവറാച്ചനെന്തിയെ, എന്താ ഇന്നലെ ഒരു വല്ലാത്ത സൗണ്ട്, മറുഭാഷയുടെ സൗണ്ട് നിങ്ങളുടെ കൂടിൻ്റെ അവിടെ? മറിയാമ കാര്യം പറയാ. ഇന്നലെ അവസാനവട്ട പറക്ക ആലയത്തിൻ്റെ അരികിലൂടെ ഞാനും എൻ്റെ അവറാച്ചാനും കൂടെ പറന്നു പോകുന്ന വഴിക്ക് പുരോഹിതനും സഹായിയും കൂടെ ഞങ്ങളെ വലയിട്ട് പിടിച്ച് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കുഷ്ഠരോഗിക്ക് വേണ്ടി എൻ്റെ അവറാച്ചാനെ അറുത്ത് അവറാച്ചാൻ്റെ രക്തത്തിൽ എന്നെ മുക്കി കുഷ്ഠരോഗിയെ ശുദ്ധീകരിച്ച് എന്നെ പുറത്തു വിട്ട് ഞാൻ രാത്രി ഒറ്റയ്ക്ക് വന്നിരുന്ന് ഞരങ്ങി നിലവിളിച്ച കഥ. ഇത് പറഞ്ഞപ്പം നിങ്ങൾ സ്വോത്രം പറഞ്ഞു, മറ്റവർ അംഗീകരിക്കുമോ? ഒരു പക്ഷിയുടെ ദേഹത്ത് ചോര കണ്ടാൽ മറ്റു പക്ഷികളെല്ലാം കൂടെ എന്നെ എടുക്കാൻ തുടങ്ങും. അതാ എന്നാ നീ ചെല്ലുന്നിടത്തെല്ലാം നിനക്ക് കൊത്തു കിട്ടുന്നതിന്റെ കാരണം അതാ. കാരണം യേശുവിന്റെ ചോരയുടെ അടയാളം ഒരുവന്റെ ദേഹത്തുണ്ടെങ്കിൽ എവിടെ ചെന്നാലും കൊത്തു കിട്ടുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? ഷാബാര. ജോലി സ്ഥാനത്ത് ചെന്നാലും, കുടുംബക്കാരുടെ ചെന്നാലും, വീട്ടുകാരുടെ ചെന്നാലും, വീട്ടുകാരോട് ഇച്ചിരി നേരം ഒന്ന് മനസ്സ് തുറന്ന് വർത്താനം പറയാൻ ചെന്നാലും എവിടുന്നേലും ഒക്കെ ഒരു കൊത്തു കിട്ടുന്നതിന്റെ കാരണം എന്താ? നീ അറിയാതെ നിന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒന്നുണ്ട്. അത് യേശുവിന്റെ ചോരയാ. മറ്റു പലയിടത്തും നമുക്ക് സൂട്ടാകത്തില്ല. നമുക്ക് ബന്ധമില്ലാത്തത് കൊണ്ടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ ആളുകളോട് താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല നമ്മളവിടെ ഫിറ്റാകാത്തതിന്റെ കാരണം യേശുവിന്റെ ചോരയുടെ അടയാളം നമ്മുടെ ദേഹത്തുള്ളത് കൊണ്ട് പലയിടത്തും നമ്മൾ ഫിറ്റല്ല. സ്തോത്രം. ചിലർക്കൊക്കെ ഞങ്ങളെന്നൊക്കെ പറഞ്ഞ ജീവന്റെ ജീവനാ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ രക്ഷിക്കപ്പെടാത്ത ആളുകൾക്കൊക്കെ ഞങ്ങളുടെ പേര് കേൾക്കുന്നതേ ഒരു ശല്യ. എന്നെ ഫിറ്റാകാത്തതിന്റെ കാരണം അതാ. കാരണം യേശുവിന്റെ ചോരയുടെ അടയാളം നിന്റെ ദേഹത്തുണ്ടെങ്കിൽ എല്ലായിടത്തും നീ ഫിറ്റാകത്തില്ല. കുരുകിലിന് മനസ്സിലായി ഇവിടെ ഇരുന്ന കൊത്തുകൊണ്ട് ചാകും. അതുകൊണ്ട് എന്നേക്കുമായിട്ട് കൂടുവിടുക. പണ്ട് പാടിയ പഴയ പാട്ടില്ലേ, നാട് വിട്ടു വീട് വിട്ടു നാമതയ കൂട്ടം വിട്ടു. അപ്പൊ ഒരു ചിന്ത, ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും? അപ്പോഴാ ഉള്ളിലൊരു ധൈര്യം. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ എൻ്റെ യേശുവിൻ്റെ
ദൂരാരാവാര ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവൻ ക്രിസ്തനെ വിട്ടിടുമോ? ഓ റബരബ ഷൈഡൽ കടകച്ചസി. എനിക്കറിയാം ഒത്തിരി ദൈവമക്കളുടെ ഹൃദയ സന്തോഷത്താൽ നിറയുക, ഒത്തിരി ദൈവമക്കളുടെ ഉള്ള ആനന്ദിക്കുക ഈ രാത്രി ഇവിടെ. ആൻറ്റി, ക്രിസ്ത്യ ജീവിതത്തിനൊരു മഹാത്മ്യമുണ്ട്. ഉണ്ടച്ച, ക്രിസ്ത്യ ജീവിതത്തിനൊരു മഹാത്മ്യമുണ്ട്. എന്താന്ന് ഞാൻ പറയാം, ആ രഹസ്യം നിങ്ങൾ അറിയണം. ഇന്നലെ കൊത്തുകൊണ്ടപ്പോ കുരുകിലിന് മനസ്സിലായി ഇവിടെ ഇരുന്ന കൊത്തുകൊണ്ട് ചാകും, എന്നേക്കുമായിട്ട് കൂടുവിടുക. ഇപ്പൊ എണയും പോയി കൂടും പോയി. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു ഉൾവിളി. ഇന്നലെ യാഗപീഠത്തിന്റെ അരികിലൂടെ പോയപ്പോഴല്ലേ എന്റെ എണയം കൊണ്ട് പുരോഹിതൻ പോയത്. അവിടെ ഒന്ന് പോയി തപ്പിയാലോ, അതാ പ്രാകാരത്തിന്റെ അരികിലൂടെ താണ് പറക്കുമ്പോ ആ പ്രാകാരത്തിൽ കുറച്ച് തീറ്റിയിരിക്കുന്നു. എവിടുത്തെ തീറ്റിയാന്നറിയാം? എവിടത്തെ തീറ്റിയാണേലും ഇവിടെ വരും. കാരണം യഹൂദന്റെ ഏത് വയലിൽ വിളവുണ്ടായാലും അതിന്റെ ആദ്യ ഫലം വരുന്നത് എവിടാ? എവിടാ? ആലയത്തിലെ പ്രാകാരത്തിലാ. ഇവിടെ തീറ്റിയിരിക്കുന്നു. തീറ്റി തിന്നാനായിട്ട് അത് പെതുക്കെ വന്നിരുന്നത് കൊത്തി തിന്നുമ്പോഴാണ് പുരോഹിതൻ അതിനെ ഓടിക്കാൻ വന്നത്. പക്ഷെ പുരോഹിതൻ അതിനെ ഓടിച്ചില്ല. കാരണം എന്താണെന്നറിയാവോ? ഇതിന്റെ ദേഹത്ത് ചോരയുടെ അടയാളമുണ്ട്. പുരോഹിതൻ അറിയാം ഇത് എണയെ നഷ്ടപ്പെടുത്തിയ പക്ഷിയാണ്. അതുകൊണ്ട് പുരോഹിതൻ അതിന് അനുവാദം കൊടുക്കുക. നീ ഇവിടെ പാർക്ക്, വേറൊരു വയലിലും പോകണ്ട. നിനക്കുള്ളത് നിന്റെ തലമുറയ്ക്കുള്ളത്, നിന്റെ പിൻതലമുറയ്ക്കുള്ളത്. എന്താ നിന്റെ അഡ്രസ്? എന്താ നിന്റെ യോഗ്യത? ധൈര്യത്തോടെ പറ. എനിക്ക് പാട്ടും പ്രശംസയും ആ ദൈവ കുഞ്ഞോടും തന്റെ കുരിശും. ലോകം മുഴുവൻ എനിക്ക് എതിരാണെങ്കിലും യേശുവിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട എന്റെ യോഗ്യത എന്താ? ഈ ദൈവം എന്നും എന്നേക്കും അവൻ നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം ധൈര്യത്തോടെ പറ. യെസ്, റാന്നി വെല്ലുവിളിയിലെ പിടിയരി പിരിവുകാരനായിരുന്നു എൻ്റെ വല്യപ്പൻ. വിക്കനായ മനുഷ്യനായിരുന്നു, സാധാരണക്കാരനായ മനുഷ്യൻ. എൻ്റെ വല്യപ്പൻ്റെ അനിയൻ നിമിഷ കവിയായിരുന്നു പുതുപ്പറമ്പി തോമാച്ചൻ. പുതുപ്പറമ്പി തോമാച്ചൻ എന്ന് പറയുമ്പോഴത്തേന് റാന്നിക്കാർക്കറിയാം നിമിഷ കവി. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗചാതുര്യത്തിന്റെ ഏതോ ഒരു കോണോ വാലോ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണെന്നാലും ഒരു കാര്യം സത്യ, സ്നാനവും ദൈവകൃപയൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിയ എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോഴാ അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരച്ഛൻ ഇച്ചിരൂടെ ശമ്പളം കൂട്ടിക്കൊടുത്തു. അപ്പച്ചൻ പറഞ്ഞു, ഈ പരിപാടിക്ക് ഞാനില്ല, ശമ്പളമായിരിക്കും വലുത്. ഇനിയും എൻ്റെ വീടിന്റെ കാര്യം ഞാൻ പറയാതിരിക്കുന്നതാ നല്ലത്. കാരണം ആ വീട് ചെന്നു പരാജയപ്പെട്ടത് പറയാതിരിക്കുന്നതാ നല്ലത്. പക്ഷെ എൻ്റെ വല്യപ്പൻ വിക്കനാണേലും ഈ കറുത്ത പുസ്തകം മാറോടടുക്കി പിടിച്ച് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിച്ച് 88-ാമത്തെ വയസ്സിലും മടന്നമണിലെ ഞങ്ങളുടെ ചർച്ചിന്റെ ഉത്തരത്തെ മുട്ടുന്നത് പോലെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച ഒരു വല്യപ്പന്റെ കൊച്ചുമോനാ ഞാൻ. 9 ഏക്കർ വീതം കൊടുത്തപ്പം എൻ്റെ വല്യപ്പന് കിട്ടത് വഴിയില്ലാത്തടത്ത് 3/4 ഏക്കറാ. എന്നിട്ട് വല്യപ്പന്റെ അപ്പം പറഞ്ഞു, നീയും നിന്റെ പിള്ളേരും മുടിഞ്ഞു പോകുമെന്ന്. മുടിയാനുള്ള വഴിയും പുള്ളി ചെയ്തു. അതുകൊണ്ട് അപ്പച്ചന് മനസ്സിലായി അവിടെ കിടന്ന മുടിഞ്ഞു പോകുമെന്ന്. കിട്ടിയത് സഹോദരന് കൊടുത്തേച്ച് അവിടുന്ന് കിഴക്കൻ മലയിലേക്ക് കുടിയേറിയതാ. പക്ഷെ കഴിഞ്ഞ മാസം ഞങ്ങളുടെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഈ അനീഷ് പാസ്റ്ററൊക്കെ നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, നിന്റെ തലമുറയുടെ ചരിത്രത്തെ മാറ്റാൻ ഒരു മൂലധനവും നിന്റെ കയ്യിലില്ലെങ്കിലും യേശുവിന്റെ ചോര നിന്റെ ചരിത്രത്തെ മാറ്റുന്നതാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിക്കാലം ധൈര്യത്തോടെ പറ. ആലയത്തിൽ വസിക്കുന്നത് എന്താ നിന്റെ മൂലധനം? എന്താ നിന്റെ സർട്ടിഫിക്കറ്റ്? എന്താ നിന്റെ യോഗ്യത? ഉറക്കെ പറ. ചങ്കിലെ ചോര കൊണ്ട് എന്നെയും വീണ്ടെടുത്തത് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ നിനക്ക് തിരിപ്പുണ്ട്? എന്താ നിന്റെ യോഗ്യത? എന്റെ യോഗ്യത യേശുവിന്റെ ചങ്കിലെ ചോരയാ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഒത്തിരി ദീർഘിപ്പിക്കത്തില്ല. കോരഗോത്രമാർക്കാലയം കൊടുത്തത് ജീവനാ. കുരികിലിനാലയം കൊടുത്ത സമ്മാനം കരുതല. മീവൽ പക്ഷി. ഇത്രയും തന്നെ പ്രസംഗിക്കാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല.
ദേശാടന പക്ഷിയാ. കൊക്കും മീവൽ പക്ഷിയും തന്നെ മടങ്ങി വരവിൻ്റെ ഈ മീവൽ പക്ഷി എന്നാ ചാവ് പക്ഷി സങ്കല്പം ഉണ്ടായത്. ചാവ് പക്ഷി സങ്കല്പം എന്ന് പറഞ്ഞാൽ അറിയാമോ? എപ്പോഴും ഒരു ലീഡറേ ഉള്ളൂ മീവൽ പക്ഷിക്ക്. മാറിക്കൊണ്ടിരിക്കും, ലീഡർ മുന്നിൽ പോവും. ഒരുപക്ഷെ വേടൻ്റെ അമ്പോ ലൈൻ കമ്പിയിലൊക്കെ തട്ടി ഈ പക്ഷി പെടഞ്ഞു ചാകും. ഒത്തിരി പറന്ന് അടുത്ത വിശ്രമ സ്ഥലത്ത് താഴേന്ന് മേളിലോട്ട് അവരിങ്ങനെ ആ ചില്ലകളിലിരിക്കുമ്പോൾ ഏറ്റവും മേളിലത്തെ കമ്പൊഴിച്ചിടും. കൊച്ചു പക്ഷിയൊക്കെ കയറി അവിടെ ഇരിക്കുകയാണെങ്കിൽ മറ്റു പക്ഷികൾ അതിനെ കൊത്തി ഇറക്കും. കാരണം ഇത്രയേ ഉള്ളൂ, നമുക്ക് മുമ്പായിട്ട് ഒരുവൻ പറന്നു, അവൻ പിടഞ്ഞു, അവനാ നമ്മുടെ എല്ലാ നന്മയുടെ ആധാരം. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന എല്ലാ കരുതലിന്റെ കാരണം എന്റെ യേശുവാണെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രികാല സ്തോത്രം ചെയ്യും. മീവൽ പക്ഷിക്ക് 2-3 പ്രത്യേകത കൊണ്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ലീഡർ ഒരാളാ, ഒറ്റ ലീഡറേ ഉള്ളൂ. തളരുമ്പം മാറും, പക്ഷെ തളരുന്നിടം വരെ ഒരാളാ. ലീഡർ കളകള ശബ്ദം പുറപ്പെടുവിച്ച അന്നേരം അവരവിടോട്ട് ഇറങ്ങി. പിന്നെ ടീം വർക്കായി, പരസ്യയോഗമായി, ട്രാക്ട് കൊടുപ്പായി. ഇപ്പൊ ലീഡറൊക്കെ കളകള ശബ്ദം പുറപ്പെടുവിച്ച ജില്ലാ കമ്മിറ്റി കൂടും, പിന്നെ സെൻട്രൽ കമ്മിറ്റി കൂടും, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടും. ആ കമ്മിറ്റി എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് വയലും കൊണ്ട് ആരേലും യഹൂദന്മാർ വരെ പാട്ട കൊട്ടി ഓടിക്കും. പക്ഷെ അവർക്കൊന്നും വിഷയമല്ല. എവിടെ വയൽ കണ്ടാലും അവരവിടെ ഇറങ്ങും. ഏതോ ഒരു വയൽ തീർത്തച്ച് അവരിങ്ങനെ തിരിച്ച് പറക്കുമ്പം ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ വെളുത്ത് കിടക്കുന്ന ടൈല് പോലെ ഒരു തോട് ചുവന്ന് കിടക്കുക. ഏത് തോടാന്നറിയാം? അത് കിത്തിരോൻ തോട്. എന്നാ കിത്തിരോൻ തോട് ചുവന്ന് കിടക്കാൻ കാര്യം? യാഗപീഠത്തിലെ യാഗരക്തം മുഴുവൻ ഒഴുകുന്നത് ഏത് തോട്ടിലോട്ടാ? കിത്തിരോൻ തോട്ടിലോട്ടാ. അതിങ്ങനെ ചുവന്ന് കിടക്കുമ്പം ഈ യാഗരക്തം ഒഴുകുന്ന തോട് ചുവപ്പ് അവർക്കറിയാം. അവർ ധാന്യം മാത്രം തിന്നുന്നവരല്ല, അവർ മാംസവും രക്തവും എല്ലാം ദേശാടന പക്ഷികളല്ലേ. അന്നേരം ചുവപ്പ് കണ്ടപ്പോഴത്തേന് ഒരാൾ കളകള ശബ്ദം പുറപ്പെടുവിച്ചു. എല്ലാവരും കൂടെ 2 സൈഡിലോട്ട് അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് ഒന്നാം തരമായിട്ട് ഈ കിത്തുരം തോട്ടിലെ ഈ ചുവന്ന വെള്ളം രുചിച്ചു നോക്കിയപ്പോൾ ഒന്നാം തരം രക്തം. എവിടുത്തെ രക്തമാ? യാഗപീഠത്തിലെ യാഗപീഠത്തിൽ ഒഴുകുന്ന യാഗരക്തം ഇല്ലേ, മുഴുവൻ ഇവിടോട്ടാ വരുന്നത്. അതവിടെ നിന്ന് അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. കുടിച്ച് എവിടെ തീരാനാ? യാഗം നടക്കുന്നിടത്ത് ഇങ്ങനെ വചനം ഒഴുകിക്കൊണ്ടിരിക്കത്തില്ല. ആരാധന നടക്കുന്നിടത്ത് ദൈവവചനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആരാധന നടക്കുന്നിടത്ത് വിടുതൽ ഇങ്ങനെ പറ. അവർക്ക് ആരാധന നടക്കുന്നിടത്ത് സൗഖ്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആരാധന നടക്കുന്നിടത്ത് നന്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇനി ഒരു മണിക്കൂർ കൂടി വചനം വെച്ച് പ്രസംഗിക്കാൻ എൻ്റെ കൈ ദൈവം ദൂത് തന്നിട്ടുണ്ട്. ആരാധന നടക്കുന്നിടത്ത് വചനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മീവൽ പക്ഷിക്ക് മനസ്സിലായി ഇത് തീർത്തേച്ച് പോകാൻ പറ്റത്തില്ല. അവരേക്ക് നമ്മൾ ഇത്ര നാൾ അലഞ്ഞ് നടക്കുകയല്ലായിരുന്നു, ഇനി എന്തിനാ അലയുന്നത്? ഇവിടെ ഒന്നാം തരമായിട്ട് രക്തം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കുടിച്ചോണ്ടിരുന്ന എന്നെ കുഴപ്പം? നമ്മുടെ പിള്ളേർക്ക് ഒരു അഡ്രസ് ആകട്ടെ. അവരോട് താമസിച്ചു. പുരോഹിതൻ അവരെ ഓടിക്കാൻ വന്നു, പക്ഷെ ഓടിച്ചില്ല. കാരണം എന്താണെന്നറിയോ? ഇവര് വരുന്നതിന് മുമ്പ് വരെ ഈ തോട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് കാശ് കൊടുത്ത് ആളിനെ നിർത്തിയ. പക്ഷെ ഇവര് വന്നപ്പം മുതൽ ഒന്നാം തരമായിട്ട് തോട് ക്ലീൻ ആകാൻ തുടങ്ങി. പുരോഹിതന് ലാഭം, മീവൽ പക്ഷിയുടെ തലമുറയ്ക്ക് ശരണം. ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഞായറാഴ്ച സഭായോഗത്തിൽ ഇവരെല്ലാരും കൂടെ എവിടെ ചെന്ന് പെട്ടു? ഈ സഭയെ വന്നു പെട്ടു. സാക്ഷിയുടെ സമയം. 3 കൂട്ടരും അവരവരുടെ അനുഭവം പറയാ. കോരപുത്രന്മാര് കിട്ടി അനുഭവം എന്താ? അയ്യോ, മരണ നിഴലിന്റെ താഴ്വര, ശാപം കയറിയ വീട്. പക്ഷേ ദൈവം തന്ന സമ്മാനം ജീവൻ. സ്തുതിച്ചോണ്ട് നിൽക്കുക.
ഇത് കേട്ടപ്പോഴത്തേന് തൊട്ടപ്പുറത്തുനിന്ന് കുരുകില് എഴുന്നേറ്റ് പറഞ്ഞു, ഒറ്റപ്പെട്ടു, കൊത്തി കിട്ടി, ആകപ്പാടെ ഒറ്റപ്പെട്ടു, ജീവിതം തകർന്നെന്ന് വിചാരിച്ചു. പക്ഷേ യാഗപീഠത്തിൽ വന്നപ്പം ദൈവം ഒരുക്കി കരുതല്. ശബാരാധരാധന. ഇത് കേട്ടപ്പോഴത്തേനും ഈവൽ പക്ഷി അഡ്രസ് ഇല്ലാതെ അലഞ്ഞു, ആട്ടി ഓടിക്കപ്പെട്ടു, ജീവിതത്തിൽ വഴിമുട്ടി. പക്ഷേ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ചപ്പോ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളുടെ തലമുറയ്ക്ക് ശരണം. ശബാരാധരാധന. 3 പേരും പറയുക, കുരികിലിന് കരുതല്, മീവൽ പക്ഷിക്ക് ശരണം, കോരകപുത്രന്മാർക്ക് ജീവൻ. ഇത് കേട്ടപ്പോ പുതിയ നിയമസഭയില് അനീഷ് തോമസും പാസ്റ്റർ സുരേഷ് ബാബു, ജീസൺ ആന്റണി, ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് പറയുക, നിങ്ങൾക്ക് കുരികിലെ കരുതലും മാത്രം കിട്ടിയപ്പോ, മീവൽ പക്ഷിയെ ശരണം മാത്രം കിട്ടിയപ്പോ, കോരപുത്രന്മാരെ നിങ്ങൾക്ക് ജീവൻ മാത്രം കിട്ടിയപ്പോ, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾക്ക് ജീവൻ കിട്ടി, ഞങ്ങൾക്ക് കരുതൽ കിട്ടി, ഞങ്ങളുടെ തലമുറയ്ക്ക് ശരണം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയും, ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാ. എത്ര പേർക്ക് സന്തോഷത്തോടെ പാടാൻ പറ്റും? ബൈബിളുകളൊക്കെ അടച്ചോ. നമ്മൾ ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവിനെ മാത്രം ആസ്വദിക്കുന്നത്, നമ്മുടെ കർത്താവിനെ മാത്രം ആരാധിക്കുന്നത്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാ. അവൻ നമ്മെ ജീവപര്യന്തം. ഹല്ലേലൂയ. ഇവിടുള്ള 3 ഭാഗ്യം. ഇവിടെ ജീവനുണ്ട്, ഇവിടെ ജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ആര് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി തിരുവെഴുത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഇവിടെ ജീവനുണ്ട്. ഇവിടെ കരുതലുണ്ട് ബ്രദറെ, ഇവിടെ കരുതലുണ്ട്. ഇവിടെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി ദൈവം കരുതുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. യെസ്, ദൂതനെ ഇറക്കണേ ദൈവം, ദൂതനെ ഇറക്കും. നിന്റെ കരുതലിന് വേണ്ടി സ്വർഗം ഇറങ്ങണേ, സ്വർഗം ഇറങ്ങും. ഞാനിത് പറഞ്ഞില്ല ശരിയാകത്തില്ല. ഇന്ന് രാത്രി ആമാന്തിച്ചിരിക്കുന്ന ചിലരോട് ഞാൻ പറയുക, നിന്റെ അഡ്രസ് മാറ്റത്തക്ക നിലയിൽ അത്ഭുത കരുതൽ ദൈവം ഒരുക്കാൻ പോവുക. അന്യഭാഷകളിൽ ശ്രുതിച്ചോന്നേ. ഇതിന് പ്രത്യേകിച്ച് ആരും നിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി വചനം നിന്റെ ഹൃദയത്തെ തട്ടുതങ്ങി ആത്മാവിൽ ശ്രുതിക്കാം.